ഫാദർ സാബ് മഹാഗുരുവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം. വേദിയിലുള്ള നേതാക്കന്മാരെ, സദസ്സിലുള്ള കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സഭൈ അരുന്ത് പേശ്, സമയമരുന്ത് പേശ് തമിഴ് ഭാഷയിലെ ഒരു പഴഞ്ചൊല്ലാണ്. ആ പഴഞ്ചൊല്ലിനർത്ഥം സദസ്സറിഞ്ഞ് സംസാരിക്കണം, സമയമറിഞ്ഞ് സംസാരിക്കണം എന്നാണ്. ഈ സദസ്സ് രാവിലെ മുതൽ നടന്ന കണ്ടക്ഷോഭങ്ങളുടെ പ്രത്യാഘാതങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു സദസ്സാണ്. ഈ സമയം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് പലരും ഉച്ചമയക്കത്തിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇത് രണ്ടും പ്രസംഗത്തിന് അനുഗുണമായ കാര്യങ്ങളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും മനസ്സ് മാത്രമല്ല വയറും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. വയറ് നിറഞ്ഞു നിൽക്കുമ്പോൾ പാട്ടായാലും പ്രസംഗമായാലും അതും ഒരു തടസ്സമാണ്. പക്ഷേ കഴിഞ്ഞ 50 വർഷമായി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, ശ്രീനാരായണ യൂത്ത് മൂവ്മെൻറ്റ്, SNDP യോഗം യൂത്ത് മൂവ്മെൻറ്റ്, ഗുരുധർമ്മ പ്രചരണ സഭ, സാംസ്കാരിക സമിതി, ഏറ്റവും ഒടുവിൽ കോട്ടയത്തെ ശ്രീനാരായണ ഗുരുമിഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സംഗമം ഇവിടെ നടക്കുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ശിവഗിരി മഠം ഗുരുദേവൻ്റെ മഹാസമാധിയാൽ ഭക്തിസാന്ദ്രമായ ഒരു പ്രദേശമാണ്. ലോകത്തെമ്പാടുമുള്ള ചെറുതും വലുതുമായ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ശിവഗിരി മഠമാണ്. 2023 വരെ ഉള്ള കാലയളവിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് നടരാജഗുരു, ഗുരു നിത്യചൈതന്യയതി, സ്വാമി ഗീതാനന്ദ, സ്വാമി സച്ചിദാനന്ദ, സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോവുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നീണ്ട കാലയളവിൽ 2023 വരെയുള്ള നീണ്ട കാലയളവിൽ ഉണ്ടാകാത്ത വേഗതയിൽ 2024 ശ്രീനാരായണ പ്രസ്ഥാനം, വിശിഷ്യ ശിവഗിരി മഠം
ലോകത്തിന് മുമ്പിൽ ഒരു കുതിപ്പ് നടത്തിയിരിക്കുക. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് ശ്രീനാരായണ ധർമ്മരശ്മികൾ സംക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കും. ഇതിനിടയാക്കിയത് വത്തിക്കാനിൽ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് ശിവഗിരി മഠം ക്രൈസ്തവ സംഘടനയുടെ സഹകരണത്തോടുകൂടി നടത്തിയ ലോകമത പാർലമെൻറ്റാണ്. നാം ഓർക്കുക, ക്രിസ്തുദേവൻ അവതാരം ചെയ്തതിന് ശേഷം 2024 വർഷമായിരിക്കും. ഈ 2024 വർഷം കൊണ്ടാണ് ക്രിസ്തുദേവൻ്റെ സന്ദേശം ലോകമെമ്പാടും പ്രചരിക്കുവാനിടയായത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ സംശയമില്ല, അത് വിശുദ്ധ വേദപുസ്തകം, ദ ഹോളി ബൈബിളാണ്. കാരണം ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ക്രൈസ്തവ ദർശനമാണ്. അതുപോലെ നമ്മൾ മഹാഗുരുവിലേക്ക് വരിക. ഗുരുദേവൻ സമാധിയായതിനു ശേഷം ഒരു നൂറ്റാണ്ട് എത്തിയിട്ടില്ല. ഒരു നൂറ്റാണ്ട് എത്തണമെങ്കിൽ 2028 ആകണം. അവിടേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ക്രൈസ്തവ സഭയെ പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷകരില്ല. നമുക്ക് സാമ്പത്തിക ശേഷിയില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന് ഇതര സഭകളെ പോലെ അംഗബലമില്ല. ലോകമെമ്പാടുമുള്ള കാര്യമാണ്. ആ പരിമിതമായ സൗകര്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു ആഗോള സംക്രമണം നടത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൂടി പര്യാലോചിക്കേണ്ട ഒരു വേദിയാണ് ഈ വേദി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുരുദേവൻ നമുക്ക് കൽപ്പിച്ച് അനുവദിച്ച് തന്നിരിക്കുന്ന ഒന്നാണ് ഗുരുവിൻ്റെ ദർശനം. നമ്മൾ ആ ദർശനത്തെ ശ്രീനാരായണ ദർശനം എന്ന് വിളിക്കുന്നു. ആ ദർശനം കണ്ടെത്തുവാൻ എവിടെ പോകണം? ആ ദർശനം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഗുരുവിൻ്റെ കൃതികൾ വായിക്കണം. മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ 3 ഭാഷകളിലായി 60-ലേറെ വരുന്ന കൃതികൾ ഗുരുദേവൻ രചിച്ചു. കുറേ കൃതികൾ അടുത്ത കാലത്ത് കണ്ടെത്തിയെന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. എന്തായാലും 60-ന് മീതെ. ഗുരുദേവനെ പോലെ മറ്റൊരു മലയാളക്കരയിൽ ജനിച്ച മറ്റൊരാളും ഈ 3 ഭാഷകളിൽ, മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ 3 ഭാഷകളിൽ ഒരേ സമയം പാണ്ഡിത്യം നേടുകയും ഇത്രമാത്രം പ്രൗഢ ഗംഭീരങ്ങളായ കൃതികൾ രചിക്കുകയും ചെയ്തിട്ടില്ല എന്ന കാര്യം നാം ഓർക്കണം. അപ്പോൾ ഗുരുവിൻ്റെ ദർശനം പഠിക്കണമെങ്കിൽ നാം ഗുരുവിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കണം. വെറുതെ സഞ്ചരിച്ചാൽ പോരാ, ആഴത്തിലേക്ക് ഇറങ്ങി മുങ്ങി തപ്പിയാൽ മാത്രമേ മുത്തുകൾ കെട്ടെടുക്കുവാൻ കഴിയൂ. ആ രീതിയിലുള്ള പഠനം നടക്കണമെങ്കിൽ പഠനത്തിനുള്ള വേദികൾ ധാരാളമായി ഉണ്ടാകണം. ക്രൈസ്തവരുടെ ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം അതൊരു പുതിയ സുവിശേഷമാണ്. ലോകത്തിൻ്റെ മുന്നിൽ ഗുരു സമർപ്പിച്ച ഒരു പുതിയ സുവിശേഷമാണ്. ദ ഗോസ്പൽ ഓഫ് ഗുരു നാരായണ.
ആ പേരിൽ ഗുരു നിത്യചൈതന്യയുടെ സഹപാഠിയായിരുന്ന ഒരു മുൻ മിലിറ്ററി ഉദ്യോഗസ്ഥൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഗോസ്പൽ ഓഫ് ഗുരുനാരായൺ. ഈ സുവിശേഷം പ്രചരിപ്പിക്കണമെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് സുവിശേഷകരുണ്ടാകും. എങ്കിൽ മാത്രമേ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ സാധിക്കൂ. ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകനായ ഗുരുദേവൻ ഒരു മതമഹാപാഠശാല ശിവഗിരിയിൽ ഉയർന്നു വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സങ്കല്പിച്ചത്. ആ മതമഹാപാഠശാല നമ്മുടെ ഇച്ഛയ്ക്കൊത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. പോരായ്മകളുണ്ട്, പുസ്തകങ്ങളുണ്ട്, പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷേ പഠിതാക്കൾ കുറവ്. അവിടേക്ക് കൂടുതൽ പഠിതാക്കൾ വരണമെങ്കിൽ ഗൃഹസ്ഥാശ്രമികളായ അനുയായികൾ മനസ്സ് വയ്ക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, ഒന്നിലേറെ കുട്ടികളുള്ള കുടുംബങ്ങളിൽ നിന്ന് യോഗ്യനായ ഒരു കുട്ടിയെയെങ്കിലും ഈ മതമഹാപാഠശാലയിൽ ബ്രഹ്മവിദ്യാലയത്തിൽ പഠിക്കുവാൻ വേണ്ടി അയക്കുമ്പോൾ മാത്രമേ ഇവിടെ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ബ്രഹ്മചാരികളുടെ എണ്ണം കൂടിയാൽ മാത്രമേ ഭാവിയിൽ സന്യാസിമാരുടെ എണ്ണം വർദ്ധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ശിവഗിരി മഠത്തിന് ഓരോ വർഷം കഴിയും തോറും പുതിയ പുതിയ ആശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന കാസർഗോഡ് ജില്ലയിൽ പോലും ഇപ്പോൾ ആശ്രമമുണ്ട്. പലയിടത്തും ഒന്നിലേറെ ആശ്രമങ്ങളുടെ ചുമതല ഓരോ സ്വാമിമാർക്ക് കൊടുക്കേണ്ടി വരുന്നു. കാരണം മതിയായ സന്യാസിമാരുടെ എണ്ണം പോരാ. അപ്പോൾ മതമഹാപാഠശാല എന്ന ഗുരുവിൻ്റെ സങ്കല്പം അതിൻ്റെ എണ്ണത്തിലും വണ്ണത്തിലും ഇനിയും ഉയർന്നു വരേണ്ടിയിരിക്കും. അത് ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ കേരളം, ആ കേരളത്തിൽ തന്നെ 14 ജില്ലകളുണ്ട്. ആ ഓരോ ജില്ലയിലുമായി നിരവധി താലൂക്കുകളുണ്ട്. ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഘടനയനുസരിച്ചാണെങ്കിൽ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെല്ലാം ഒത്തുകൂടുന്ന ആളുകൾക്ക് ഗുരുധർമ്മം അവരെ പഠിപ്പിക്കുവാൻ യോഗ്യരായ ഗുരുക്കന്മാർ വേണം. അതിന് സന്യാസിമാർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഗുരുദേവ കൃതികൾ വായിക്കുകയും പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന മതിയായ യോഗ്യതയുള്ള ഏതൊരു ഗൃഹസ്ഥനും ആ ചുമതല ഏറ്റെടുത്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇനി അങ്ങോട്ട് പടിപടിയായി നമുക്ക് ഗുരുനാഥന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കും. ശാസ്ത്രീയമായി ഗുരുദേവൻ്റെ ദർശനം തന്നെ ഒരു ലൈഫ് സയൻസാണ്, ജീവിതശാസ്ത്രമാണ്. ഒരു കുഞ്ഞ് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ബീജാവസ്ഥയിൽ രൂപം കൊള്ളുമ്പോൾ മുതൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങി മരണപര്യന്തമുള്ള ജീവിതത്തിനിടയിൽ അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരു നല്ല പൗരനായി ജീവിക്കണം, എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം, അതാണ് ഗുരുദർശനം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഗുരുദർശനം ആവോളം ഉൾക്കൊണ്ട് അത് ഗ്രാമതലങ്ങളിൽ വരെയുള്ള
ചെറുതും വലുതുമായ സദസ്സുകളിലൂടെ പഠിപ്പിക്കുവാൻ കഴിയുന്ന ഗുരുക്കന്മാർ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാകും. സഭയുടെ രജിസ്ട്രാർ ശ്രീ സുകുമാരൻ ഇവിടെ സംസാരിച്ചപ്പോൾ ഇവിടെ നടത്തുന്ന കോഴ്സുകളെക്കുറിച്ച് ഗൃഹസ്ഥാശ്രമികളായ നമ്മളെ പോലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന കോഴ്സുകളെക്കുറിച്ച് പറയുകയുണ്ട്. ഞാൻ സഭയുടെ രജിസ്ട്രാറായിരുന്ന കാലയളവിലും 50 പേർക്ക് വീതമുള്ള അത്തരം കോഴ്സുകൾ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സ്, 10 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സൊക്കെ നടത്തിയിരുന്നു. അവരൊക്കെ പിന്നീട് ആ രംഗത്ത് പ്രവർത്തിക്കുന്നതായി കാണുന്നു. നമുക്ക് ആ രീതിയിലുള്ള സംവിധാനം ശിവഗിരി മഠം കേന്ദ്രീകരിച്ചുണ്ടാകണം. പോരാ, 6000-ലേറെ ശാഖകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഗുരുദേവൻ അധ്യക്ഷനായി രൂപീകരിച്ച ആദ്യത്തെ ബഹുജന സംഘടനയും അതാണ്. ഭൗതിക കാര്യങ്ങൾക്കാണ് ആ സംഘടന പ്രാമുഖ്യം നൽകുന്നതെങ്കിലും ആത്മീയത മറന്നുകൂടാ. ആത്മീയത മറന്ന് ഭൗതിക പുരോഗതി മാത്രം കൈവരിച്ചതുകൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, USSR, റഷ്യയിലെ റിപ്പബ്ലിക്കുകൾ ഛിന്ന ഭിന്നമായി പോയത്. ആത്മീയത മറന്ന് ഭൗതികതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയത്. അപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിനും ഈ തരത്തിലൊരു മിഷണറി വേണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ നവതി ആഘോഷിക്കുമ്പോൾ അന്ന് യോഗത്തിൻ്റെ ഉപാധ്യക്ഷനായിരുന്നത് ഇവിടെ തൊട്ടടുത്ത് പേരേറ്റിൽ താമസിക്കുന്ന ജി പ്രിയദർശൻ എന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം ശ്രീനാരായണ സാഹിത്യത്തിൽ ഗവേഷണം നടത്തി നിരവധി ഗ്രന്ഥങ്ങൾ കൈരളിക്ക് സംഭാവന ചെയ്ത വ്യക്തിയാണ്. അന്നാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് ഒരു നവതി സ്മാരക ഗ്രന്ഥമുണ്ടായി. ശതാബ്ദിയിൽ അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടായില്ല. അതുപോലെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ കീഴിൽ കോട്ടയം DC ബുക്സ് പ്രസിദ്ധീകരിച്ച് ആ കൃതിയുടെ കമ്പ് പ്രൂഫ് പ്രിയദർശനൻ ചേട്ടൻ തന്നെ നോക്കി പിഴവുകളെല്ലാം ഒഴിവാക്കി. ഒരൊറ്റ തെറ്റ് പോലുമില്ലാതെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ചത് ആ കാലത്താണ്. വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ തേടി ശ്രീനാരായണീയർ മാത്രമല്ല മറ്റു വിഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രസിദ്ധീകരണ വിഭാഗം ശക്തിപ്പെടണം. ശിവഗിരിയിൽ അന്നും ഇന്നും ഒരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട്. പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഗുരുദേവ കൃതികളുടെ സമ്പൂർണ്ണ വ്യാഖ്യാനവും മറ്റ് പ്രസിദ്ധീകരിച്ച കാലത്തെ പോലെ, അല്ലെങ്കിൽ MS ശാസ്ത്രിയുടെ വ്യാഖ്യാനങ്ങൾ പ്രസിദ്ധീകരിച്ച കാലത്തെ പോലെ അത്രമേൽ ശക്തമല്ലെങ്കിലും ശിവഗിരി മഠത്തിന് ഒരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട്. പോരാ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്ന നമ്മളെ എല്ലാം പ്രതിനിധീകരിക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിനും അങ്ങനെ ഒരു പ്രസിദ്ധീകരണ വിഭാഗം ഉണ്ടാകണം. ഇന്നിപ്പോൾ യോഗനാഥം എന്ന മുഖപത്രം SNDP യോഗത്തിനുണ്ട്. ശിവഗിരി മഠത്തിന് ശിവഗിരി എന്ന പേരുള്ള മുഖപത്രമുണ്ട്. നാരായണ ഗുരുകുലത്തിന് ഗുരുകുലം എന്ന പേരുള്ള മുഖപത്രമുണ്ട്. കൂടാതെ ഗുരുവീക്ഷണം, ഗുരുദേവൻ തുടങ്ങി ആ പേരിലുള്ള നിരവധി പ്രസിദ്ധീകരണങ്ങളുണ്ട്. പക്ഷേ പോരാ, ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വായനക്കാർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുടെ എല്ലാം കൈകളിലെത്തണമെങ്കിൽ പുതിയ പുതിയ പ്രസിദ്ധീകരണശാലകളുണ്ടാകും, പുതിയ പുതിയ പ്രസിദ്ധീകരണങ്ങളുണ്ടാകും. ഗുരുവിൻ്റെ കവിതകളെ ആസ്പദമാക്കിയുള്ള പഠനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഗുരുവിൻ്റെ ജീവിതത്വം, ഗുരുവിൻ്റെ സരസമൊഴികൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി നിരവധിയായ ഗ്രന്ഥങ്ങൾ, 100 കണക്കിന് ഗ്രന്ഥങ്ങൾ വിവിധ ഭാഷകളിൽ, ഇംഗ്ലീഷ്, മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, ഇപ്പം മറാത്തി, മറ്റു ഭാരതീയ ഭാഷകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു തീരുമാനമെടുത്തിരുന്നു.
ആ തീരുമാനം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികളും പരിഭാഷപ്പെടുത്തി ഇന്ത്യൻ ഭാഷകളിൽ പ്രചരിപ്പിക്കും. എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തും. ഒപ്പം ഗുരുദേവ കൃതികളുടെ വ്യാഖ്യാതാവായ ഡോക്ടർ ടി ഭാസ്കരൻ എഴുതിയ ഗുരുവിൻ്റെ ജീവചരിത്രം താരതമ്യേന ആധികാരികമായൊരു ജീവചരിത്രമാണ്. വേറെയും ജീവചരിത്രങ്ങൾ നിരവധിയുണ്ട്. ആ ജീവചരിത്രവും സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് മുടങ്ങിക്കിടക്കുന്നു എന്ന് വേണം പറയാം. ഇവിടെ യൂണിവേഴ്സൽ കോൺഫെഡറേഷൻ്റെ ഡൽഹി ആസ്ഥാനമായി തന്നെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരിവിടെയുണ്ട്. അവരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, കേന്ദ്ര സാഹിത്യ അക്കാദമി തീരുമാനമെടുത്ത് ഗുരുദേവ കൃതികളൊക്കെ വിവിധ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞ ഗുരുദേവ കൃതികൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും, മുഴുവൻ ഭാരതീയ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണം, സ്പീഡിൽ പോകണമെന്ന കാര്യത്തിൽ ഒരു നിവേദനം SNGC കൊടുക്കണമെന്നുള്ളതാണ്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണ സ്ഥാപനമുണ്ട്, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഒരു ഘട്ടത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോടും ആ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്നാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യൻ മോർക്കോത്ത് കുമാരൻ്റെ മകൻ മോർക്കോത്ത് കുഞ്ഞപ്പ, അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപ സമിതിയിൽ അങ്ങ് പോരും. മോർക്കോത്ത് കുഞ്ഞപ്പ എഴുതിയ ശ്രീനാരായണ ഗുരു എന്ന ഒരു ചെറിയ ഗ്രന്ഥം നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, അതെൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ അവർ എഴുതിയിരുന്നു, ശ്രീനാരായണ ഗുരുവിനെ മലയാളം അറിയാത്ത ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പ്രസിദ്ധീകരണമാണ്. അതിന് പുതിയ പതിപ്പുകൾ വന്നിട്ടില്ല. കാലം മാറി വീണ്ടും മലയാളത്തിൽ നിന്ന് പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന പാകത്തിലുള്ള അനേകം ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് മലയാള ഭാഷയിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഭാഷാന്തരം ചെയ്ത് വിവിധ ഭാഷകളിലേക്ക് ചെല്ലുമ്പോഴാണ് ആ ഭാഷ മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഭാഷ മാത്രം അറിയുന്ന ആളുകൾ ഗുരുദേവനെക്കുറിച്ച് അറിയുക. ഭാഗ്യവശാൽ ഗുരുദേവൻ്റെ ഒരു ഉപനിഷത്ത് എന്ന് പറയാവുന്ന ദൈവോപനിഷത്ത് എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കാറുള്ള ദൈവദശകം 100-ലേറെ ഭാഷകളിലേക്ക് ഇതിനകം ഭാഷാന്തരീകരണം ചെയ്തിരിക്കുന്നു. കൊടുങ്ങല്ലൂരുകാരനായ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ബന്ധപ്പെടാവുന്ന ആളുകളെയൊക്കെ ബന്ധപ്പെട്ട് മുട്ടാവുന്ന വാതിലുകളിലൊക്കെ മുട്ടി കേരളത്തിലെ ഒരു ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെയും കാര്യമായ പിന്തുണയൊന്നും ആദ്യകാലങ്ങളില്ലാതെ ഇപ്പോഴുമില്ലാതെ നടത്തിയ ഒരു അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഗൂഢിഫലമാണ് ഈ ഭാരതീയ ഭാഷകളിലേക്ക് ഇത്. ഭാരതീയ ഭാഷ മാത്രമല്ല, വിദേശ ഭാഷകളിലെ അടക്കം 100-ലേറെ ഭാഷകളിലേക്ക് ദൈവദശകം പരിഭാഷപ്പെടുത്തി. നമ്മുടെ ഒരു മുൻ DGP ലോക്നാഥ് ബെഹ്റ ഒറിയ ഭാഷയിലേക്ക് ദൈവദശകം പരിഭാഷപ്പെടുത്തിയ DGP ലോക്നാഥ് ബെഹ്റയായിരുന്നു. അദ്ദേഹം അത് വളരെ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന രീതിയിൽ ഇതേ വേദിയിൽ, ശിവഗിരിയിലെ വേദിയിൽ വന്ന് പ്രസംഗിക്കുവാനിടയായി. വേറെ ഒരു ഇന്ത്യൻ കൃതിക്കും ലോകത്തിലാദ്യമായി അല്ലെങ്കിൽ ഭാരതത്തിലാദ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ നൊബേൽ സമ്മാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് പോലും 100-ലേറെ ഭാഷകളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞിട്ടില്ല എന്നോർക്കുമ്പോൾ ദൈവദശകത്തിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നിങ്ങൾ ഊഹിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ പോകുന്നു? നാട്ടിൽ ഒരു പരസ്യമുണ്ടല്ലോ അല്ലേ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ പോകുന്നു? അതുപോലെ ഒരു അവസ്ഥയാണ് നമ്മുടെ കണ്ണുകൾ ചെറിയ കണ്ണുകളാണ്. ആനയെ കണ്ടിട്ടില്ലേ? കരയ്ക്ക് ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള ജീവി. പക്ഷെ ആനയുടെ കണ്ണുകൾ ചെറുതാണ്.
കണ്ണ് ചെറുതായതുകൊണ്ടുള്ള കുഴപ്പം എന്താ ആനയ്ക്ക്? അതിൻ്റെ വലിയ ഭീമാകാരമായ ശരീരം, അതിൻ്റെ ബലം കാണാൻ കഴിയുന്നില്ല. നമ്മുടെ സ്ഥിതി അതാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കുക. എന്തൊരു വലിയ ശക്തിയാണിത്! ഈ മുഴുവൻ കേരളത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും സ്വത്ത് ഒന്ന് ചേർത്ത് വയ്ക്കുക. ആസ്തി എത്ര വലിയൊരു ആസ്തിയാണിത്! പക്ഷെ നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? അറിഞ്ഞാൽ തന്നെ അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നുണ്ടോ? പോരാ. അവിടെയാണ് നമ്മൾ ഉണരേണ്ടത്. നമ്മൾ ഉണർന്നേ തീരൂ. കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ, 35 വയസ്സിന് താഴെ പ്രായമുള്ളവർ അല്ലെങ്കിൽ 50 വയസ്സിന് താഴെ പ്രായമുള്ളവർ ഇവിടേക്ക് വരുന്നില്ല, ഗുരുവിനെ പഠിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ മനോഭാവം എന്താണ്? അവരോരോ വിഷയങ്ങളെയും ഏത് കാഴ്ചപ്പാടിലാണ് സ്വീകരിക്കുന്നത് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ബൈബിൾ കൺവെൻഷനുകൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്ന അതിഗംഭീരമായ ഒരു ഗായക സംഘം ഇവിടെ കാണും. കാരണം സംഗീതം ഒരു ലോകഭാഷയാണ്. അത് ഏത് ഭാഷയിൽ പാടിയാലും സംഗീതം നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കും. അപ്പോൾ സംഗീതത്തിലൂടെ ക്രിസ്തുവിലേക്ക് അടുക്കുക, അതാണ് അവർ കണ്ടെത്തുന്ന വഴി. നമുക്ക് നമ്മുടെ ഗുരുദേവൻ എഴുതി തന്ന ഈ കൃതികൾ വ്യത്യസ്തമായ വൃത്തങ്ങളിലുള്ള പദ്യകൃതികൾ, താളാത്മകമായ കൃതികൾ, വിനായകാഷ്ടകം പോലെയുള്ള കൃതികളൊക്കെ ചൊല്ലുമ്പോൾ എത്രമാത്രം ഇങ്ങനെ ഓളപ്പരപ്പിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്നത് പോലെ എത്ര താളാത്മകമായിട്ടാണ് അത് ചൊല്ലാൻ കഴിയും. കളർകോട് മഹാദേവൻ എന്നൊരു സംഗീതജ്ഞൻ ഒരു കാലത്ത് ഗുരുദേവ കൃതികൾ പഠിച്ച് വേദികൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ നമ്മൾ കൂടുതൽ വേദികൾ കൊടുത്തില്ല. അതിനൊക്കെ മുന്നേ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യൻ, ഗുരുദേവൻ്റെ സാമാന്യം ദീർഘമായ ജീവചരിത്രം എഴുതിയ കോട്ടുകോയിക്കൽ വേലായുധൻ മാസ്റ്റർ, അദ്ദേഹം ഒരു പ്രാർത്ഥനാ സമിതി തഴവയിൽ രൂപീകരിച്ചിരുന്നു. ആ തഴവയിലെ പ്രാർത്ഥനാ സമിതിയുമായി ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വത്സല ശിഷ്യൻ ശ്രീനാരായണ തീർത്ഥർ സ്വാമി സ്ഥാപിച്ച കുറച്ച് ഈ അദ്വൈത വിദ്യാശ്രമം, ഹൈസ്കൂളിൽ അവിടെ ആശ്രമമുണ്ട്, അദ്വൈത വിദ്യാശ്രമം. അവിടെ പരിപാടിക്ക് വേണ്ടി വന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഗുരുദേവ കൃതികൾ വായിച്ചും സാമാന്യമായി അറിവിനൊത്ത് വായിച്ചും അതിൻ്റെ തലക്കെട്ടുകളൊക്കെ നോക്കിയും വരികൾ വായിച്ചും ഒക്കെ ഉള്ള ഒരു അല്പമാത്രമായ അറിവ് വെച്ചുകൊണ്ട് ഈ പാട്ടുകാരെ ഒന്ന് പരീക്ഷിക്കാമെന്ന് എൻ്റെ ബാലമനസ്സ് ചിന്തിച്ചു. ഞാനൊരു കുറിപ്പെഴുതി കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ ആവശ്യപ്പെട്ടത് ഗുരുദേവൻ്റെ വിനായകാഷ്ടകം ചൊല്ലണമെന്ന്. ഉടനെ തന്നെ ഞാൻ കൊടുത്ത ആളിനെ കണ്ടില്ല. വേലായ മാഷ് അനൗൺസ് ചെയ്തു, വിനായകാഷ്ടകം എന്ന കൃതി ഇവിടെ ചൊല്ലണമെന്ന് എഴുതി തന്നയാൾ സ്റ്റേജിനടുത്തേക്ക് വരണം. ഞാനാകെ ഭയന്ന് വിറച്ച്, എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്നറിയില്ല. ഇനി ഒരുപക്ഷെ എന്നാൽ ഇയാളൊന്ന് പാട് എന്ന് പറയാനാണോ? അങ്ങനെ വന്നാൽ എൻ്റെ കാളരാഗത്തിൽ ഞാനിതെങ്ങനെ പാടും? ഇങ്ങനെയെല്ലാം ഉള്ള പരിഭ്രാന്തിയോടുകൂടി ഞാൻ അടുത്തിയത്. അപ്പോഴാണ് വേലായ മാഷക്ക് മനസ്സിലായത് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ പറഞ്ഞു 9ാം ക്ലാസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നോടൊപ്പമുള്ള ഈ പെൺകുട്ടികൾ അവരെ ഈ കൃതി പരിശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പരുക്കൻ ശബ്ദത്തിൽ ഞാനിത് ചൊല്ലാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കൃതിയുടെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ട് ആ കൃതി അവിടെ ചൊല്ലുകയുണ്ടായി. അതിനെ സൂചിപ്പിച്ചത് ഗുരുദേവ കൃതികൾ വായിക്കാൻ മാത്രമുള്ളതല്ല, പാടാൻ കഴിയുന്ന നിരവധിയായ കൃതികളുണ്ട്. അത് നിങ്ങൾ സംഗീതമാക്കൂ. ഇതാ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞൻ, ഈയിടെ വിവാദങ്ങളിലൊക്കെ പെട്ട
ഡോക്ടർ ടി.എം. കൃഷ്ണ. അദ്ദേഹം നമ്മളാരും ആവശ്യപ്പെടാതെ തന്നെ ഗുരുദേവ കൃതികളെ കുറിച്ച് കേട്ടറിഞ്ഞ് കേരളത്തിൽ വന്ന് കൃതികളൊക്കെ ഇംഗ്ലീഷിൽ കിട്ടാവുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ളത് മറ്റ് ഭാഷകൾ വന്നത് ഇതെല്ലാം തേടിപ്പിടിച്ച് കൊണ്ടുപോയി ഈണം നൽകി രാഗം നൽകി അദ്ദേഹം വേദിയിൽ അവതരിപ്പിച്ചു. ബോംബെയിലെ മന്ദിര സമിതി അവിടെ അവതരിപ്പിച്ചിരുന്നു അല്ലേ? ബോംബെയിലെ മന്ദിര സമിതി ഡോക്ടർ ടി.എം. കൃഷ്ണയുടെ സംഗീത കച്ചേരി, ഗുരുദേവ കൃതികളെ മാത്രം മുൻനിർത്തിയുള്ള സംഗീത കച്ചേരി, അതിനകത്ത് വാതാപിയൊന്നുമില്ല, അവിടെ അവതരിപ്പിച്ചു. ഇത് സംഗീതത്തിന് മാത്രം ലഭ്യമായ ഒരു മാന്ത്രിക ശക്തിയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ, പാടാൻ കഴിയുന്ന കുട്ടികൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. സിനിമാ പാട്ടും പാടി നടക്കുകയാണ് അവർ. അർത്ഥമില്ലാത്ത വരികൾ പാടുകയാണ് പലപ്പോഴും. പണ്ട് ആണെങ്കിൽ ONVയും വയലാറും പി ഭാസ്കരനും ഒക്കെ എഴുതിയ അതിമനോഹരമായ ഗാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ തന്തുനാനേന ഇങ്ങനെയൊക്കെയുള്ള വളരെ ജൂഗുപ്സാവഹമായ രചനകളാണ് പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത് സിനിമയിൽ. അതൊന്നുമല്ല. അങ്ങനെ നല്ല പാട്ടുകളുടെ കാലം കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കുട്ടികൾ, പാടാൻ അറിയുന്ന കുട്ടികളെ ഗുരുദേവ കൃതികൾ പാടി പഠിപ്പിക്കുക. വേദികൾ അവരെ പാടട്ടെ. വേദികൾ നിന്നുകൊണ്ട് ഇത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് എന്ന് പറഞ്ഞിട്ട് അത് ചൊല്ലുമ്പോൾ അതുവരെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കായിരുന്ന ആളുകൾ ഇതും ഗുരുദേവൻ രചിച്ചതാണോ എന്നാലൊന്ന് വായിച്ചിട്ട് തന്നെ എന്ന രീതിയിൽ ഗുരുദേവ കൃതിയിലേക്ക് ആകർഷിക്കപ്പെടും. അതൊരു മനഃശാസ്ത്രമാണ്. അപ്പോൾ അങ്ങനെ ബഹുവിധങ്ങളായ ചെറുതും വലുതുമായ സംരംഭങ്ങളിലൂടെ മാത്രമേ ഏതൊരാശയവും ഏത് കാലത്തും ഏത് രാജ്യത്തും ഏത് സമൂഹത്തിന് മുന്നിലും പ്രചരിപ്പിക്കാനാവൂ എന്നുള്ളതൊരു പച്ച പരമാർത്ഥമാണ്. നമ്മളതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പോകണം. എല്ലാ പ്രചരണ മാധ്യമങ്ങളിലൂടെയും ശ്രീനാരായണ ധർമ്മം, ശ്രീനാരായണ ദർശനം പ്രചരിപ്പിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ടാണ്. നമ്മുടെ കേരളത്തിൽ എത്രയോ സ്വകാര്യ ചാനലുകൾ, TV ചാനലുകൾ. ആ TV ചാനലുകൾ അന്തിച്ചർച്ച എന്ന രീതിയിൽ നടത്തുന്ന രാഷ്ട്രീയ ചർച്ചയുടെ ആഭാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിലെ സർവ്വ പോസിറ്റീവ്നെസ്സും പോയി നെഗറ്റീവായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ആ ചാനൽ മുതലാളിമാരാരും ഈ ക്യാമറയും തൂക്കി റിപ്പോർട്ടറെയും ശിവഗിരിയിലേക്ക് അയക്കുന്നില്ല. അഥവാ അയച്ചാൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുവാൻ മുഖ്യമന്ത്രിയോ ഒരു കേന്ദ്രമന്ത്രിയോ ഉപരാഷ്ട്രപതിയോ വരുമ്പോൾ ആ ദിവസം വരും. അതിനപ്പുറം ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതികവിദ്യ, ഈ 8 വിഷയങ്ങൾ, ഇത് 8 വിഷയങ്ങളും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതഗന്ധിയായ വിഷയങ്ങളാണ്. അത് എക്കാലത്തും പ്രസക്തവുമാണ്. ഈ 8 വിഷയങ്ങളെക്കുറിച്ച് ശിവഗിരിയിൽ പണ്ഡിതന്മാർ നടത്തുന്ന പ്രഭാഷണങ്ങൾ എന്താണ്? അത് ജനങ്ങളെ കേൾപ്പിക്കേണ്ടതല്ലേ? ശിവഗിരിയിൽ വരുന്നവർ മാത്രമല്ല, വീട്ടിലിരുന്ന് TV കാണുന്നവരടക്കമുള്ള ജനങ്ങളെ മുഴുവൻ കേൾപ്പിക്കേണ്ടതല്ലേ എന്ന ഒരു ബോധം അവർക്കുണ്ടാകുന്നില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. ശിവഗിരി മഠവും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവുമൊക്കെ നിങ്ങളുടെ ചാനലുകൾ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അമാന്തം കാണിച്ചാൽ, നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾ തയ്യാറാകും എന്നൊരു മുന്നറിയിപ്പ് കൊടുത്താൽ ജനങ്ങളെ പേടിയില്ലാത്ത ഏത് ചാനലാണ്, ഏത് പത്രം അവിടെ ഉള്ളത്? അതല്ലേ സത്യം? നമ്മളൊരു ദിവസം പറയുക, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രം വേണ്ട എന്ന് ഒരാളല്ല, ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞാൽ ആ പത്ര മുതലാളിയുടെ ഏജന്റുമാർ നമ്മുടെ വീട്ടിൽ വരും. എന്താ സ്നേഹിത, അല്ലെങ്കിൽ എന്താ സാറേ ഞങ്ങളുടെ പത്രം വേണ്ടെന്ന് വേണ്ട എന്ന് പറഞ്ഞത്? അപ്പോൾ ജനവികാരം മാനിക്കുവാൻ അത് ഭരണാധികാരികളായാലും മാധ്യമങ്ങളായാലും എല്ലാവരും തയ്യാറാകും.
സർക്കാരുകളുടെ മുന്നിൽ നിന്ന്, സർക്കാരുകളിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കുന്നുണ്ടോ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. ചരിത്രപരമായ കാരണങ്ങളാൽ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ, അവരെല്ലാം കൂടി ചേർന്ന ഒരു സമത്വം, ശുദ്ധിസമത്വം, അതിനെക്കുറിച്ചാണ് ഗുരുവിൻ്റെ ആദ്യത്തെ സന്ദേശം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന അരൂപറൻ സന്ദേശത്തിലൂടെ ഗുരുദേവൻ ഈ എല്ലാവരും സമത്വത്തിൽ, സാഹോദര്യത്തിൽ, സ്വാതന്ത്ര്യത്തിൽ കഴിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് സങ്കല്പിച്ചത്. നമ്മുടെ ഭരണഘടനയുടെ ജൂബിലി വർഷം 75-ാം വർഷമാണിത്. 75 വർഷം പിന്നിട്ടു. ഡോക്ടർ അംബേദ്കർ എഴുതിയുണ്ടാക്കിയ പിന്നോക്ക വിഭാഗപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസകരമായ വ്യവസ്ഥകളൊക്കെ ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിലിരിക്കുക. പട്ടികജാതി, പട്ടികവർഗം, ആദിവാസികൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതർ, ഇവർക്കൊക്കെ അവരർഹിക്കുന്ന സ്വാതന്ത്ര്യവും നീതിയും സമത്വബോധവും ലഭ്യമായിട്ടുണ്ടോ? ഇല്ല. ഇതായിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പടിവാതിൽ നിൽക്കുകയാണ് കേരളം. ഇടതുപക്ഷ പുരോഗമന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നാം ഉൾപ്പെടുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കേന്ദ്രമുണ്ടാക്കിയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി, പട്ടികവർഗങ്ങൾക്ക് മാത്രമല്ല പിന്നോക്ക സമുദായങ്ങൾക്ക് സീറ്റ് സംവരണം നൽകാവുന്നതാണ്. ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങൾ ആ നിയമം നടപ്പിലാക്കി. എന്തേ കേരളം നടപ്പിലാക്കുന്നില്ല? പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ഒരു കോർപ്പറേഷനുണ്ട് കേരളത്തിൽ. ആ കോർപ്പറേഷന് അവർ പ്രാതിനിധ്യം ഉൾപ്പെടുന്ന അവരുടെ പ്രാതിനിധ്യം അനുസരിച്ച് നോക്കുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഫണ്ട് 9 കോടി. മുന്നോക്ക സമുദായ കോർപ്പറേഷനുണ്ട്, അവർ ന്യൂനപക്ഷമാണ്. ആ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്ന ഫണ്ട് 60 കോടി. ആ കോർപ്പറേഷൻ്റെ ചെയർമാന് ക്യാബിനറ്റ് പദവി, പിന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ചെയർമാന് പദവിയില്ല. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ചെയർമാന് ക്യാബിനറ്റ് പദവി കിട്ടുമ്പോൾ 25 ശിങ്കിടികളും കൂടെ നിയമിക്കാം. അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ വരുന്നുണ്ട്. സുഹൃത്ത് അസുഖപ്പെടേണ്ട കാര്യമില്ല. സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പറയുന്നത്. ഗുരുദേവൻ വിഭാവനം ചെയ്ത സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സർക്കാരുകളുടെ സ്ഥിതി. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, സർക്കാരിൻ്റെ സമീപനത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഈ ഗവൺമെൻറ്റുകളെല്ലാം ശ്രീനാരായണ ദർശനം, ഇന്ന് ലോകമാകെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ദർശനം, ആ ദർശനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കൂടി നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരുകൾ അതിലൊരംശം തിരിച്ച് നമുക്ക് തരണമെന്നുള്ള കാര്യമാണ് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. അതിനിടയ്ക്ക് നമ്മുടെ ഇടയിൽ തന്നെ ആരെങ്കിലും ഒരാൾ, പണ്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആളുകൾ, ജാതിയല്ല, സാമൂഹ്യനീതിയുടെ കാര്യമാണ് പറഞ്ഞത്. സാമൂഹ്യനീതിയുടെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ അതിന് പ്രതികരിച്ചത്. സത്യാവസ്ഥകൾ, സത്യത്തിൻ്റെ മുഖം വികൃതമായിരിക്കും, എങ്കിലും സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. ഇനിയും എൻ്റെ പിന്നാലെ ധാരാളം ആളുകൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെയൊരു സന്ദർഭം ഇവിടെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ തന്നെ സംസാരിക്കുവാൻ ഒരു സന്ദർഭം ഉണ്ടായതിൽ സന്തോഷിക്കുന്നു. ഒപ്പം മറ്റൊന്നുകൂടി പറയട്ടെ, ഇവിടെ നമ്മുടെ വത്തിക്കാനിൽ
പോയി. സ്വാമിമാർ മടങ്ങി വന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ആർക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും ഫേസ്ബുക്കുള്ള ഒരാളിന്, ഇൻസ്റ്റഗ്രാമുള്ള ഒരാളിന് അയാൾക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ എന്ത് അഭിപ്രായം എഴുതിവിടാം, ആരെ വേണേലും ചീത്ത വിളിക്കാം, എന്ത് വിലഭ്യം വേണേലും പറയാം, അതൊരു നിയന്ത്രണമില്ല. അങ്ങനെയുള്ള ധാരാളം കമൻറ്റുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, ഗുരുദേവൻ്റെ സങ്കല്പത്തിന് വിരുദ്ധമായ, ഗുരുദേവൻ്റെ ദർശനത്തിന് വിരുദ്ധമായ യാതൊരു വിധമായ നിർബന്ധികളും ഇവിടെ ഉണ്ടാകരുത് എന്നാണ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഗുരുഭക്തന്മാർ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ഈ മഹാസമാധിയുടെ മുന്നിൽ നിന്ന് രാഷ്ട്രപതിമാരായിരുന്നവർ നമസ്കരിച്ചിട്ടുണ്ട്, തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിമാരായിരുന്നവർ തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര മഹാരഥന്മാർ വന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണിത്, ഈ പുണ്യഭൂമി, ഈ ഗുരുദേവ സന്നിധി. അപ്പോൾ ഇവിടെ വന്ന് ഏതൊരാൾക്കും പ്രാർത്ഥിക്കാം, ജാതി മതഭേദമന്യേ ഏതൊരാൾക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു പുണ്യസ്ഥലമാണ് മഹാസമാധി. അതുകൊണ്ട് അക്കാര്യം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ തൽക്കാലം ഇങ്ങനെ ഉപസംഹരിക്കട്ടെ. സ്നേഹാദരങ്ങളോടെ നിങ്ങളുടെ കുറച്ച് സഭ. അടുത്തതായി പ്രഭാഷണത്തിന് ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റിയുടെ ഗോവയിലെ മുൻ പ്രസിഡന്റ് ശ്രീ KR ശശിധരൻ സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചു. താങ്ക് യു. മതി. ജയ ഗുരുദേവ്. ഞാനൊരു വലിയ പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. കാരണം ഞാൻ ഗുരുദേവൻ എന്ന കടലിൻ്റെ അരികത്ത് ചെന്ന് നിൽക്കുന്ന ഒരാളെയാണ്. ഏതാണ്ട് 90-കൾക്ക് ശേഷം ഞാൻ ഗോവയിൽ ഗുരുദേവ പ്രസ്ഥാനത്തിന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഗുരുദേവനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഭക്തിയാണ് എനിക്ക് കൂടുതൽ തോന്നിക്കുക. അപ്പോൾ അതിലേക്കാണ് കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ജയ ഗുരുദേവ്. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ, ശ്രീമദ് സസംഗാനന്ദ സ്വാമികൾ, ശ്രീ KK ശശിധരൻ ഞങ്ങളുടെ SNGCയുടെ പ്രസിഡൻറ്റ്, ശ്രീ ഹരീഷ് കുമാർ സാർ SNGCയുടെ സെക്രട്ടറി, ഞങ്ങൾക്ക് വളരെ സീനിയർ ഗുരുദേവനെക്കുറിച്ച് എന്തും പറയാനായിട്ട് ധൈര്യവും കാര്യങ്ങളും കാണിക്കുന്ന നമ്മുടെ സുവർണകുമാർ സാറ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ആത്മസഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിപാവനമായ ശിവഗിരിയിലെ ഈ തീർത്ഥാടന വേദിയിൽ വീണ്ടും വരുവാനും 2 വാക്ക് സംസാരിക്കുവാനും അവസരം ഒരുക്കിത്തന്ന ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി തന്നെ നന്ദി പറയുകയാണ്. ഇന്നിവിടെ ശ്രീനാരായണ പ്രസ്ഥാന നേതൃസംഗമം നടക്കുകയാണ്. ഗുരുകൃപയാൽ ഗോവയിലെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ വളരെയധികം കാലത്തോളം അതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ, അതായത് 2017-21 കാലഘട്ടത്തിലാണ് ഞാൻ പ്രസിഡൻ്റായിട്ടിരുന്നത്. അതിനു മുമ്പ് അതിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ 97-ൽ ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് ആ സംഘടനയിലേക്ക് കയറിയത് തന്നെ. ഈ 2017-21 കാലഘട്ടത്തിലാണ് ഗുരുവിൻ്റെ പഞ്ചലോഹ വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കുന്നത്. അതിൽ ശിവരമഠത്തിലെ സ്വാമിജിമാരാണ് ആ കർമ്മം അന്ന് നിർവഹിച്ചതും. എൻ്റെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലായി തന്നെ ഞാൻ ആ ചടങ്ങിനെ കരുതുകയാണ്. ആദ്യത്തെ പ്രതിഷ്ഠാകർമ്മം നടന്നത് 2004-ലായിരുന്നു. ഏതാണ്ട് അതിൻ്റെ ചരിത്രം പറയാൻ കുറച്ച് ചരിത്രം കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഒരു ജീവിതമാർഗം അന്വേഷിച്ച് ഞാൻ ഗോവയിലെത്തിയ ഞാൻ മലയാള കൾച്ചറൽ അസോസിയേഷൻ പോണ്ട, അല്ലെങ്കിൽ ഗോവയുടെ കൾച്ചറൽ സെക്രട്ടറി ആയിരിക്കുകയാണ്.
ഗുരുദേവ പ്രസ്ഥാനത്തിന് വേണ്ടി കുറേ സ്ഥലം വാങ്ങിച്ചിട്ടിരുന്നു. അത് ഒന്നും ചെയ്യാതെ ഏതാണ്ട് 17-18 വർഷത്തോളവും അങ്ങനെ തന്നെ കിടന്നു. ഒരു പ്രവർത്തനങ്ങളും നടന്നില്ല. അപ്പോഴാണ് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന കുമാരേട്ടനെ ഞാൻ കണ്ടു. കുമാരേട്ട, നമ്മുടെ ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കിത് തുടർന്ന് പ്രവർത്തിക്കണം. അപ്പോൾ അദ്ദേഹം അന്ന് അവിടുത്തെ ഒരു വലിയ ധനാഢ്യനും കോൺട്രാക്ടറുമാണ്. ശശി, എന്നെക്കൊണ്ടൊന്നും അതായിട്ടില്ല, അത് വലിയ നടക്കുന്ന കാര്യങ്ങളുമില്ല. അപ്പം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഞാനിവിടെ സെക്രട്ടറി ആയിട്ട് മലയാള കൾച്ചറൽ അസോസിയേഷൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എനിക്കറിയാം ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ. അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്, ഞങ്ങളതിനകത്ത് പ്രവർത്തിച്ചോളാം, ശശി അത് നടക്കുകയില്ല. അങ്ങനെ പറഞ്ഞാണ് ഒരു 97 ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഒരു 10-30 പേര് അതിനകത്ത് സന്നിഹിതരായി. അപ്പോൾ ആ തീരുമാനം എടുത്തു. ശശിയുടെ നിർബന്ധപ്രകാരമാണ്. ഞാനും എൻ്റെ മിസ്സസ് നിർമ്മലയും എപ്പോഴും കുമാരേട്ടൻ്റെ വീട്ടിൽ ആഴ്ചയിലൊന്നെങ്കിലും പോകും, ഇതിനെക്കുറിച്ച് പറയും, സംസാരിക്കും. അപ്പം പറഞ്ഞ് ശശിയുടെ നിർബന്ധത്തിനാണ് ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. എന്നെക്കൊണ്ടാകത്തില്ല, ഞാൻ സ്ലീപ്പിംഗ് പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ്, ഒരു സ്ലീപ്പിംഗ് സെക്രട്ടറി ഉണ്ട്. ഇതിൻ്റെ ഫണ്ടിൽ 7 രൂപയോ 8 രൂപയോ ഫണ്ടിലുണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പഞ്ചിമിലുണ്ട്. ആ സമയത്താണ് നിർബന്ധം സഹിക്കാൻ വയ്യാതെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആ മീറ്റിങ്ങിൽ എന്നെ പ്രസിഡൻ്റാക്കാനുള്ള തീരുമാനമാണ് കുമാരേട്ടൻ മുമ്പോട്ട് വെച്ചത്. ഞാൻ പറഞ്ഞു, കുമാരേട്ടൻ, ഞാൻ പ്രസിഡൻ്റ് ആകാനോ സെക്രട്ടറി ആകാനോ അല്ല കാരണം, ഞാൻ വേറൊരു സംഘടനയുടെ, മലയാള സംഘടനയുടെ സെക്രട്ടറി ആയിരിക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവർത്തിച്ചോളാം, കുമാരേട്ടനൊക്കെ അതിന് ആ സ്ഥാനത്ത് തന്നെ ഇരിക്കണം, ഞങ്ങൾ വർക്ക് ചെയ്തോളാം. അപ്പോൾ സെക്രട്ടറിയും പ്രസിഡൻറ്റും മാത്രമേ ഉള്ളൂ, ട്രഷറാറില്ല. കാര്യം 10-17 വർഷമായിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പം എല്ലാവരും പറഞ്ഞു, ശശി പറഞ്ഞു തന്നെ, നിങ്ങൾ തന്നെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിരിക്കും. ഒരു പുരുഷോത്തമൻ സാറ്, ഇപ്പോൾ അദ്ദേഹം ദിവംഗതനായി, വൈക്കത്തുള്ള ആളാണ്, അദ്ദേഹം അവിടുത്തെ അഗ്രികൾച്ചർ ഓഫീസറായിരുന്നു. അങ്ങനെ അവർ ആ കാര്യം തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ട്, ശശി എനിക്ക് വൈസ് പ്രസിഡൻ്റായിട്ട് വരണം. അപ്പം ഞാൻ മെമ്പർഷിപ്പ് പോലും എടുത്തില്ല ഇതിനകത്ത്. അങ്ങനെയാണ് ആ വൈസ് പ്രസിഡൻ്റായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് 101 രൂപ കൊടുത്തു, ഇതിലേക്ക് അംഗമായി. പിന്നത്തെ പ്രവർത്തനം തുടങ്ങിയത് ഒരു ഗംഭീര പ്രവർത്തനം തന്നെയാണ് നടന്നു നീങ്ങിയത്. അപ്പോൾ അന്ന് നമ്മുടെ കയ്യിൽ ഉണ്ട്, സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. ഇവർ ചെറിയ തോണ്ട് ഒരു വലിയ സ്ഥലം കെട്ടി, 1 ഏക്കർ ചില്ലറ സ്ഥലം ഒരു കുന്നിൻ്റെ ചെരുവിൽ, അതായത് ടൗണിൻ്റെ 4 സൈഡിലും ബൈപ്പാസ് റോഡുണ്ട്. ഒരു കുന്നിൻ്റെ ചെരുവിൽ കുറച്ച് സ്ഥലം, 1 ഏക്കറോളം സ്ഥലമുണ്ട്. അതങ്ങനെ ഒന്ന് ഗുരുമന്ദിരം പണിയാനുള്ള സാഹചര്യം ഉണ്ട്. പക്ഷേ തീരുമാനം എടുത്ത് നമുക്ക് ഗുരുമന്ദിരം പണിയണം, വഴിയില്ല, ഈ കാര്യങ്ങളായിട്ട് എല്ലാം. അപ്പം പൈസയുടെ പിരിവുകൾ തുടങ്ങി. പൈസ ആദ്യമായിട്ട് പിരിവിട്ടത് തന്നെ അപ്പം 2ാമത്തെ മീറ്റിങ്ങിലേക്ക് തീരുമാനം എടുത്തു, നമുക്ക് പിരിവ് തുടങ്ങണം. അപ്പം പറഞ്ഞ് ശശിയൊക്കെ പിരിവ് ആദ്യം തൊട്ട് തുടങ്ങണം, ശശിയുടെ കൈ കൊണ്ട് പിരിവിടണം. ഞാൻ പറഞ്ഞു, കുമാരേട്ടൻ ഞാനോട്ട് ആന ആടും പോലത്തെ വ്യത്യാസമുണ്ട്, എങ്കിൽ ശശി തരുന്നതനുസരിച്ച് നമുക്കിടാം. അന്നത്തെ കാലത്തെ ഗുരുവിനോടുള്ള വളരെ അതെങ്ങനെയാണ് പ്രസ്ഥാനം കൊണ്ടുവരണം. ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, മലയാള സമാജത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ വർക്കും നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ വർക്കും നടക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്കത് അപ്രാപ്യമാണെങ്കിൽ ഞാൻ 25,000 രൂപ തരാം. ഈ നടക്കുന്നത് 1997 സംഭവം ഞാനീ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പം നമ്മളെ അതിനകത്ത് ഒരു മെമ്പറായിരുന്നു, കോട്ടയത്തുള്ള ഒരു സാറുണ്ടായിരുന്നു, വാസവൻ സാർ, അദ്ദേഹം 25,000 രൂപ. അങ്ങനെ 3-4 പേര് 25,000 ഇട്ടു. അപ്പോൾ പൈസ ഏകദേശം തരും, ഇനി ഗുരുമന്ദിരം പണിയാൻ ആരംഭിക്കുക. അപ്പം കുമാരേട്ടൻ എന്ത് കാര്യം പറഞ്ഞാലും അത് ഞാൻ പറഞ്ഞെങ്കിൽ കേൾക്കും. അപ്പം ഞാൻ പറഞ്ഞു, കുമാരേട്ട, നമുക്ക് ഗുരുമന്ദിരം പണിയാനായിട്ട് വരട്ടെ, നമുക്ക് അതിൻ്റെ ടോപ്പ് ഓഫ് ദ ഹില്ല് വാങ്ങിക്കണം. കാര്യം താഴെ മർത്തോമ പള്ളിക്ക് സ്ഥലം അവർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ടോപ്പ് ഓഫ് ദ ഹില്ല് ആരെങ്കിലും വാങ്ങിച്ചാൽ അത് പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല. നമുക്ക് ഗുരുമന്ദിരം ഇപ്പോൾ പണിയണ്ട, നമുക്ക് ശശി എന്താ ഈ പറയുന്നത്, നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം. അങ്ങനെ വീണ്ടും 4000 ചില്ലറ സ്ക്വയർ മീറ്റർ ഉണ്ടായിരുന്ന സ്ഥലം, അതായത് 1 ഏക്കർ 1.5 ഏക്കറിനടുത്തുള്ള 1 ഏക്കർ സ്ഥലത്തിൻ്റെ ചില്ലറ ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ കൂടെ 1008 സ്ക്വയർ മീറ്റർ കൂടെ വാങ്ങിച്ചു. പിന്നെയും പൈസയ്ക്ക് പിരിവിനിറങ്ങി, കാര്യമായിട്ട് പണി നടന്നു. ഗുരുമന്ദിരം തലച്ചുമടയാണ്. ഞങ്ങൾ ഇവിടുന്ന് സച്ചാനന്ദ സ്വാമികളും മറ്റുള്ള സ്വാമിമാരും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇത് സെക്കൻഡ് ശിവഗിരി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സ്ഥാപനം തുടങ്ങി വെച്ചു. ഗുരുമന്ദിരം തലച്ചുമട കല്ലും ഒടുവിൽ ചിങ്ങവനം, എൻ്റെ മിസ്സിൻ്റെ SNDP ചിങ്ങവനമാണ്. ചിങ്ങവനം SNDPയിലെ ഡീറ്റോ പ്രതിമയാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. അങ്ങനെ 2004 അന്നത്തെ സ്വാമി, ഇവിടുത്തെ മഠാധിപതിയായിരുന്ന സ്വാമിയായിരുന്നു, വന്ന് ഞങ്ങളുടെ വീട്ടിൽ തങ്ങി പ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഇതിൻ്റെ വളർച്ച ഭയങ്കരമായിരുന്നു. അപ്പം ഇന്നത്തെ മന്ത്രി, ഇന്ന് കണ്ടിന്യൂ മന്ത്രിയായിരിക്കുന്ന സുധിൻ തവളിക്കർ സാർ എൻ്റെ അയലോക്കമാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് മിനിസ്റ്ററാകുമ്പം ശശി
നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഞാൻ പറഞ്ഞു ഞാൻ മൈനിങ്ങിലുള്ളൊരു കോൺട്രാക്റ്റാണ്, എനിക്ക് ഇനി ഇപ്പോൾ കുറച്ച് നാളെ കഴിഞ്ഞ് നാട്ടിൽ പോകണം, അതുകൊണ്ട് സാർ തരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ ഗുരുമത അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് സാറിനെ വിളിച്ചിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് MLA ആയി, ഇന്നും കണ്ടിന്യൂ MLA ആണ്. അദ്ദേഹം അതിലേക്ക് വഴിയുണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് അതിനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തു തന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ നടക്കുകയാണെങ്കിൽ, ഇതിൻ്റെയൊക്കെ ചരിത്രം പറയുകയാണെങ്കിൽ, ഞാൻ ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം നയിക്കുക, അവ കഴിയുന്നത്ര മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി ആവും വിധം മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ഗോവയിലെ പനാജി കേന്ദ്രമാക്കി രൂപീകരിച്ച 1978 രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് ശ്രീനാരായണ ഗുരു മെമ്മോറിയൽ സൊസൈറ്റി ഗോവ. 2017 ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അവിടെ എത്തി ദിവ്യ പ്രബോധന ദാനം നടത്തുന്നതിന് അവിടെ എത്തി. 4 ദിവസത്തെ ധ്യാനമായിരുന്നു. അന്നും ഞങ്ങളുടെ കൂടെ തന്നെയാണ് സ്വാമി താമസിച്ചിരുന്നതും കാര്യങ്ങളും. ആ ധ്യാനത്തോടെ അതിൻ്റെ സൊസൈറ്റിയുടെ പേരൊന്ന് മാറ്റിയിരുന്നത്, അതായത് മെമ്മോറിയൽ സൊസൈറ്റി എങ്ങുമില്ല, ശശീതിൻ്റെ പേര്, ഞാനന്ന് ട്രഷറാണ്. അപ്പം അതിൻ്റെ പേര് മാറുന്നത്. അത് പിന്നെ കുറേ നാളത്തെ സ്ട്രഗിളിന് ശേഷം ഭരണഘടനയുടെ ഒരു അമെൻമെൻറ്റോടുകൂടി പേരിപ്പോൾ ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റി ഗോവ എന്നാക്കിയിരിക്കുകയാണ്. ഇത് 78 രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. സംഘടനയുടെ സത്സാൻ സഭയുടെ സൊസൈറ്റിയുടെ പേര് ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റി ഗോവ എന്ന് പുനർനാമകരണം ചെയ്തു. സംഘടനയുടെ രൂപീകരണത്തിനായി മുൻകൈ എടുത്തത് ശ്രീ അനന്തൻ മലബാരി എന്ന ആളാണ്, കണ്ണൂരുകാരനാണ്. അദ്ദേഹത്തോടൊപ്പം ജാതിമത ഭേദമന്യേ പലരും പ്രവർത്തിച്ചു. ഗോവയിലെ ഏകമാത്ര ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ആസ്ഥാനവും ഗുരുമന്ദിര നിർമ്മാണത്തിനായും വേണ്ട സ്ഥലം മിതമായ നിരക്കിൽ വാങ്ങുവാനായി പലരിലൂടെ പലവിധ ശ്രമങ്ങളുമുണ്ടായി. എന്നാൽ ശ്രീ P. കുമാരൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പോണ്ടയിലാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലം ശരിയായത്. അമ്പേകാൽ കുന്നിൻ ചെരുവിലെ ഇപ്പോൾ സൊസൈറ്റിയുടെ ആസ്ഥാനമായിരിക്കുന്ന സ്ഥലം കണ്ടെത്തുകയും 4313 സ്ക്വയർ മീറ്റർ സ്ഥലമാണ് അന്ന് വാങ്ങിച്ചത്. അതിനുശേഷമാണ് 83 നമ്മൾ വീണ്ടും 83 അതിനൊരു ഭരണസമിതി ഉണ്ടാക്കുന്നത്. KP ജേക്കബും 1980 ഹമീദും 1985 P. കുമാരനുമായിരുന്നു അതിൻ്റെ പ്രസിഡന്റുമാരായിട്ടായിരുന്നത്. അങ്ങനെ പല മതത്തിലുള്ള ആൾക്കാരാണ് തുടങ്ങി വെച്ച ഒരു സംഗതിയാണ്. ഇന്നും അത് അതേ രീതിയിൽ തന്നെ പോവാണ്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അവിടെ ക്രിസ്മസ് ആഘോഷമുണ്ട്, ഈദ് ആഘോഷമുണ്ട്. എല്ലാ മെമ്പറും ആദ്യകാലത്ത് 101 രൂപ കൊടുത്താൽ അവിടെ മെമ്പർഷിപ്പ് എടുക്കുവാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് 501 ഒരു മാസവരിയില്ല, ഒന്നുമില്ല. എങ്കിലും ഇപ്പം ഞങ്ങൾക്കൊരു വരുമാനമുണ്ട്. അതായത് ആ ടോപ്പ് ഓഫ് ദ ഹിൽ ആയതുകൊണ്ട് BSNL ടവർ ആദ്യം വെച്ച് വെറും 6000 രൂപ മാസം വാടകയ്ക്ക് അവർ കൊടുത്തു. അത് നല്ല രീതിയിലായപ്പം മറ്റുള്ളതെല്ലാം കൂടെ ഒരു 10-12 ടവർ ഇപ്പം ഞങ്ങൾക്കുണ്ട്. 1 ലക്ഷം രൂപ എടുത്ത് മാസ വരുമാനം ഞങ്ങൾക്കുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് മാസവരിയോ വർഷത്തിലൊരു പിരിവോ ഒന്നുമില്ല. ഇഷ്ടമുള്ള പിരിവ് ഉത്സവം, 2 ഉത്സവം, ഒന്ന് ചതയം, ഒന്ന് ജനുവരി 26 പ്രതിഷ്ഠാദിനം. ഇപ്പോൾ പുനഃപ്രതിഷ്ഠാദിനമാണ് ജനുവരി 26. ആ ഒരു വരുമാനം ഞങ്ങൾക്കുള്ളതുകൊണ്ട് കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകണു. ഇനി ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പലതുമുണ്ട്. സ്കൂളുകൾ വെക്കണം, ഇതൊക്കെ കണിശമായിട്ട് തരും. ഞാൻ എന്നെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരാൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്ത് എടുത്താൽ ഇവിടെയുള്ള ആർക്കും ഞങ്ങളുടെ മെമ്പർഷിപ്പ് ആകാം. പിന്നെ പ്രത്യേകിച്ച് ഗോവയിൽ സ്ഥിരതാമസക്കാർക്കാണ് മുൻഗണന. അവിടെ ഗോവൻസിനുമുണ്ട് കൊങ്ങിണിക്കാർക്കുമുണ്ട്. നമ്മുടെ മിനിസ്റ്ററെ ഞാൻ മെമ്പർ ആക്കിയത് കൊണ്ടാണ് നമ്മുടെ മിനിസ്റ്റർ അവിടെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നു. എവിടെയാണ് കൊണ്ടുവന്നത്? നമ്മുടെ അബ്ദുൽ കലാം സാറ് പ്രസിഡൻ്റായിട്ട് ഇവിടെ വന്ന് പ്രസംഗത്തിന് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം സ്റ്റേജിലിരുത്താൻ വെച്ച് ഞങ്ങളുടെ മിനിസ്റ്റർ ഇവിടുത്തെ കേരള കോൺഗ്രസ് പോലെ ഒരു സംഘടനയിലുള്ള ആളാണ്. അദ്ദേഹം ആ പാർട്ടി വിട്ട് എങ്ങോട്ടും മാറുകയില്ല. ഏത് പാർട്ടി, ഇപ്പോൾ കോൺഗ്രസും BJP ആണ് അവിടെ ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരിച്ചാലും അദ്ദേഹം മന്ത്രിയാണ്, BJP ഭരിച്ചാലും മന്ത്രിയാണ്. കാര്യം ഇതുവരെ തോറ്റിട്ടില്ലാത്ത മനുഷ്യനാണ് സുധീന്ദ്ര പള്ളിക്കൽ സാർ. 3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 2 കോടിക്ക് മുകളിൽ നമുക്ക് PWD വകയായിട്ട് വഴി. പിന്നത്തെ ആ വഴി ഇപ്പോൾ ഞാൻ പ്രസിഡൻ്റായിട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ 42 ലക്ഷം രൂപ മുടക്കാണ് 2 ലോറി മുകളിലോട്ട് കയറി പോകത്തൊക്കെയുള്ള വഴിയാക്കിയത്. ഇവിടെ നിന്നുള്ള പലരും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സോനകുമാർ സാറിനോട് തന്നെ കൈ പൊക്കുന്നവർ പലരും എല്ലാവരും അവിടെ എത്തിയിട്ടുള്ളവരാണ്. പള്ള SNDPയിലുള്ള എല്ലാ ആൾക്കാരും അവിടെ 2-3 പ്രാവശ്യം വന്നു. മൂലയുടെ SNDPയിലുള്ള നമ്മുടെ കുറിച്ചി സദൻ സാറിൻ്റെ SNDPയിലെ ആൾക്കാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് അവിടെ താമസ സൗകര്യം കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ യുവതലമുറയിലേക്ക് വിട്ടിട്ട് SNGCയുടെ ഞാൻ രക്ഷാധികാരിയിൽ ഒരാളാണ്. അതിൻ്റെ എല്ലാ ഫംഗ്ഷനിലും ഞാൻ എത്തുന്നുമുണ്ട്. വൈസ് പ്രസിഡൻറ്റുമാണ്, സോണൽ വൈസ് പ്രസിഡൻറ്റും കൂടെയാണ്. പിന്നെ പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ല, രക്ഷാധികാരിയിൽ ഒരാൾ. ഇതിപ്പോൾ കൂടാതെ കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മുടെ
അസംഗാനന്ദഗിരി സ്വാമി, നമ്മുടെ ഗുരുപധർമ്മ പ്രചരണ സഭയുടെ അസംഗാനന്ദ സ്വാമിയും നമ്മുടെ അതിൻ്റെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻറ്റ്, അത് ചെയർമാൻ നമ്മുടെ രാജേഷും കൂടെ അവിടെ വന്നിരുന്നു, വീട്ടിലാണ് താമസിച്ചത്. അപ്പം അന്ന് തൊട്ട് അതിൻ്റെ ഒരു പ്രവർത്തനം കൂടെ ആരംഭിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡൻറ്റ് ഞാനും, പി ജി ബാബു, എൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന പി ജി ബാബു, അത് കോട്ടയക്കാരനാണ്, അദ്ദേഹം അതിൻ്റെ സെക്രട്ടറിയുമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങൾ മെമ്പർഷിപ്പ് ഡ്രൈവ് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്കൂടെ ഞാൻ പ്രവർത്തനം നീട്ടിയിട്ടുണ്ട്. ഇപ്പം റിട്ടയർ ആകേണ്ട പ്രായത്തിലാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത്. ഇപ്പോൾ അടുത്ത വർഷം ഏകദേശം എനിക്ക് 20ലേക്ക് കടക്കുകയാണ്. അടുത്ത കഴിഞ്ഞ പ്രവാസി സംഗമം ഇവിടെ നടന്നല്ലോ. അപ്പം അത് തന്നെ ഒരു വലിയ തുടക്കമാണ് നമ്മൾ ശിവഗിരി മഠത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ തുടങ്ങി വെച്ചത്. അന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരുന്നു. അപ്പം ഒരു കാര്യം, അപ്പം അന്നത്തെ ഇവിടുത്തെ ഗവർണർ, നമ്മുടെ ഗവർണറായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത്, ശ്രീധരൻ പിള്ള സാറിനോട്. അപ്പോൾ അവിടുത്തെ ചില കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാനുണ്ട്. അപ്പം സച്ചിദാനന്ദ സ്വാമിയോട് ഞാൻ ആ കാര്യം പറഞ്ഞു. സച്ചിദാനന്ദ സ്വാമി ഒരു ലെറ്റർ തന്നു, ഞാനത് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുദേവൻ്റെ ശക്തികളാണ് പലപ്പോഴും ഞാൻ കാണുന്നത്. അതും സാധ്യമാകും. ഇതുവരെ അങ്ങനെ ചിന്തിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഗോവയിൽ സാധ്യമാക്കി എടുത്തിട്ടുണ്ട്. ഗുരുദേവനെ ദൈവമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതിനകത്ത് കാരണങ്ങളുമുണ്ട് പറയാനായിട്ട്. ഞാൻ സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നെങ്കിൽ ഞാൻ വഴി പോകുന്നുണ്ട്, എങ്കിലും പറയുകയാണ്. എൻ്റെ അച്ഛൻ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം 2 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു മരിച്ചിട്ട്. 99ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. ഗുരുദേവനെ നേരിൽ കണ്ടിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛൻ. കാക്കാമ്പറമ്പിൽ രാഘവൻ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ ആദ്യമായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഏറ്റവും എതിരിട്ടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് എൻ്റെ അച്ഛൻ. ഗുരുമന്ദിരത്തിലൊന്നും പോകുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വളർച്ചയെല്ലാം ചങ്ങനാശ്ശേരി അമ്മ വീട്ടിൽ നിന്നിട്ട് ആനന്ദാശ്രമത്തിൽ, അതായത് 1A ആനന്ദാശ്രമത്തിലായിരുന്നു എൻ്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം. അവിടെ അതിനടുത്താണ് എൻ്റെ അമ്മ വീട്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ വീടും ഗുരുമന്ദിരത്തിൽ പൊയ്ക്കോ, പക്ഷേ ഞാൻ പഠിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. അങ്ങനെ എന്ത് പറഞ്ഞാൽ അച്ഛൻ്റെ സമ്പാദ്യത്തിൻ്റെ കൂടുതൽ ഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ അച്ഛൻ 80ാമത്തെ വയസ്സിൽ ഒരു വെപ്രാളമൊക്കെ കാണിക്കുന്നു. അത് നിർമ്മല അത് ഞങ്ങളുടെ സോവനീറിലേക്ക് വിശ്വസിച്ചാലില്ലെന്നുള്ള ആ ഒരു എഴുതിയിട്ടുണ്ട്. അപ്പം 80ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴത്തെ ഒരു വിഷമം പറഞ്ഞു അമ്മ വന്നിരിക്കുന്നു. ഞങ്ങളുടെ വല്യമ്മ മരിക്കുന്നത് 104ാമത്തെ വയസ്സിലാണ്. അച്ഛൻ്റെ അമ്മാവന്മാരെല്ലാം മരിക്കുന്നത് 100 വയസ്സിന് മുകളിലാണ്. അപ്പോൾ അവരെല്ലാം വന്ന് നിൽക്കുന്നു. ഒരു ബഹളവും വ്യത്യാസമോ കാണുന്നു. അച്ഛന് പ്രഷറോ ഷുഗറോ കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്. അപ്പം ഉടനെ പെങ്ങളുടനെ അങ്ങോട്ട് അയച്ചു. പെങ്ങളുടെ അടുത്തായിരുന്നു ഒടുവിൽ അച്ഛന്. ഗോവയ്ക്ക് ഞങ്ങളെല്ലാവരും ഗോവയിലോട്ട് പോയി. അപ്പം ഇതുപോലെ കൊച്ചാട്ട എത്രയും വേഗം പറഞ്ഞു അച്ഛൻ്റെ ഒരു വെള്ളാരിയെ കാണിക്കുന്നുണ്ട്. ഉടനെ ഞാനും നിർമ്മലം പെട്ടെന്ന് തന്നെ ഓടി. ചങ്ങനാശ്ശേരി അരമനപ്പടിക്കലാണ് പെങ്ങളുടെ വീട്. അതിൻ്റെ ചരിത്രമുണ്ട്. ഗുരുദേവൻ്റെ കൂടെയുള്ള വിദ്യാനന്ദ സ്വാമിയുടെ വീടാണത്. ഗുരുദേവൻ്റെ കൂടെ സമയത്ത് ഗുരുദേവൻ സമാധിയാകുമ്പം ദൈവദശകം ചൊല്ലിയ ആളാണ് മാമ്പലത്ത് വിദ്യാനന്ദ സ്വാമി. വിദ്യാനന്ദ സ്വാമി എന്ന് എൻ്റെ പെങ്ങളുടെ അമ്മാച്ചൻ്റെ സ്വന്തം ചേട്ടനാണ്. അദ്ദേഹം കൊണ്ടുവരുന്ന കമണ്ടൂരൊക്കെ അവിടെയുണ്ട്. അതിപ്പം ശിവരിലേക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് അറിയുന്നത്. അപ്പം അവിടെ വെച്ചാണ് ഈ സംഭവം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിർമ്മല ഇതുപോലെ പറഞ്ഞു, അച്ഛന് ഒരു വിശ്വാസമില്ല, ആപ്പാടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. അച്ഛൻ എവിടെ വിശ്വസിക്കുന്ന അമ്പലങ്ങളിലെങ്കിലും പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുക അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി. അപ്പം നിർമ്മലയുടെ മുഖത്ത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞ്, അതിനെന്താ നിർമ്മലെ, കാണപ്പെട്ട ദൈവം ഗുരുദേവനല്ലേ എന്ന് ചോദിച്ചു. ഇത് ഞങ്ങൾ അച്ഛൻ്റെ 80ാമത്തെ വയസ്സിൽ കേൾക്കുന്ന ഒരു വാചകമാണ്. ഇതെന്തോ അച്ഛൻ ഈ പറയുന്നത്? അച്ഛൻ പക്കാ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരാളല്ലേ, ഇത് എങ്ങനെ നടക്കുന്ന ഈ കാര്യങ്ങൾ? അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് 15 ദിവസത്തോടെ ഇവിടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നോടെ അച്ഛൻ്റെ ആ വിഷമതകളും കാര്യങ്ങളും, പക്ഷേ ഓരോന്നോരോന്ന് ഞാനത് ചോദിച്ച് മനസ്സിലാക്കി. അപ്പം അച്ഛൻ്റെ അമ്മാവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ കോട്ടയം ടൗണിനടുത്തുള്ള സ്ഥലത്തു നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം ഗുരുദേവൻ അവിടെ നാഗമ്പടത്ത് വരുന്നുള്ളതായിട്ട് അറിഞ്ഞു. അപ്പം കാക്കമ്പുറം വന്ന് കാളവണ്ടിയല്ല. അപ്പോൾ കാളവണ്ടി അന്ന് ഷാപ്പൊക്കെ നടത്തുന്ന കാലമാണ്. കാളവണ്ടിയാണ് കോട്ടയം ചന്തയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം ഒരു വണ്ടി വില്ലുവണ്ടിയൊക്കെ ഉണ്ട്. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. അപ്പം വല്യമ്മ, ഞങ്ങളുടെ വല്യച്ഛൻ പണ്ടേ മരിച്ചു പോയതാണ്. അപ്പം വല്യമ്മ അച്ഛനെയും കൂട്ടി, അച്ഛൻ 6 വയസ്സോ എങ്ങനെയുള്ള സമയത്താണ് നാഗമ്പടത്ത് എത്തുന്നു. നാഗമ്പടത്ത് എത്തുമ്പോൾ ഗുരുദേവനോട് എത്തിയിട്ടുണ്ട്. ഗുരുദേവൻ ആ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ട് കഥകി ചാരിയിട്ടിരിക്കുന്നു. അപ്പോൾ ആ മാവിൻ്റെ ചുവട്ടിൽ വലിയ വലിയ വ്യക്തികളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഡേറ്റും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ അത് വെല്ലശ്ശേരി കിട്ടൻ വൈദ്യരും അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു, ഇതുപോലെ സ്വാമി ഒന്ന് കാണാൻ എങ്ങനെയാണ് വഴി? അപ്പം പറഞ്ഞു, സ്വാമി കഥ തുറക്കുന്ന സമയത്ത് കാണാൻ പറ്റുള്ളൂ. സ്വാമി കഥ ചാരി വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അച്ഛൻ്റെ അമ്മാവൻ കല്യാണം കഴിച്ചിരിക്കുന്ന അമ്മായിയുടെ വീട്ടിലോട്ട് പോയിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് വന്നേരും, ഞങ്ങൾ അവിടെയോട്ട് വന്നേക്കാം. നിങ്ങൾ കാളവണ്ടി വന്നിട്ട് കാളവണ്ടി തിരിച്ചു വിട്ടോളൂ എന്ന് പറഞ്ഞു. അവർ കാളവണ്ടി തിരിച്ചു വിടുകയും ചെയ്തു. സാധനം വാങ്ങിച്ചുകൊണ്ട് കോട്ടയം ചന്തയിൽ നിന്ന് തൃക്കോതമംഗലത്തേക്ക് പോകേണ്ടതാണ്. തൃക്കോതമംഗലത്തെ ആളിവിടെയുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ PRO നമ്മുടെ സോമനാഥൻ അവിടെയുള്ള
ഞങ്ങളെല്ലാം അയലോക്കമാണ്. അപ്പം വണ്ടി പോവുകയും ചെയ്ത് അമ്മ ഈ കൊച്ചിനെ കൊണ്ട്, അതായത് എൻ്റെ അച്ഛനെ ഇതിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടിക്കും. ഇവരിട്ട് അമ്മാവനും അമ്മായി അവിടെ എത്തിയിട്ടുമില്ല. ഒടുവിൽ മറ്റുള്ളവരെല്ലാവരും മാവിൻ്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ അമ്മ പറഞ്ഞ് നമുക്ക് പോകാം, അല്ലെ ഇനി നിന്ന് കഴിഞ്ഞാൽ സന്ധ്യയാകും, അവർക്ക് പിന്നെ വേളൂർ വരെ പോകേണ്ടതാണ്. അപ്പോൾ അത് പറ്റത്തില്ല, എനിക്ക് ഗുരുദേവനെ കാണിക്കാൻ കൊണ്ട് കാണിച്ചേ ഞാൻ കണ്ടേ പോകണമെന്ന്. അപ്പോൾ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അമ്മ ചെന്നിട്ട് പതിയെ ഗുരുദേവൻ എല്ലാവരും പെട്ടെന്ന് നോക്കിയിട്ട് പതിയെ ഓപ്പണാക്കി. സാക്ഷ്യമൊന്നും ഇട്ടിട്ടില്ല, ഇങ്ങനെ ഒന്നിനൊന്നിനും മുകളിലായിട്ട് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഇതെല്ലാം ഈ 80ാമത്തെ വയസ്സിൽ അച്ഛൻ പറയുന്നെന്ന് പറഞ്ഞു. അപ്പം ഗുരുദേവൻ പുറകോട്ട് നോക്കി, ഇവർ തൊഴുതു. അപ്പം ഗുരുദേവൻ തിരിച്ച് വീണ്ടും ഒന്നും മിണ്ടിയില്ല, ഒരു നേരെ അകത്തോട്ട് തന്നെ നോക്കിയിട്ട് പ്രാർത്ഥന. അമ്മ അതുപോലെ തന്നെ കരകി ചാരി അവരവിടുന്ന് തിരിച്ച് നടന്ന് ഈ വേളൂർ അമ്മാവൻ്റെ വീട്ടിലെത്തി. കഴിഞ്ഞപ്പോൾ നിങ്ങളെന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് അവിടെ നിങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ലല്ലോ, ഇതെന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ എനിക്ക് തൃക്കോണത്തിന് അവിടെ നിന്ന് പോകണമെങ്കിൽ 10-15 കിലോമീറ്റർ നടക്കണ്ട, ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതെന്താ ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഒരുങ്ങിക്കാത്ത, ഇപ്പോൾ ഒരു ബോട്ട് അങ്ങോട്ട് പോയില്ല, കോട്ടത്തിന് പോയ ബോട്ടാണ്. ഗുരുദേവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഗുരുദേവൻ കുടിച്ച ഗ്ലാസ്സാണ്, കോപ്പയാണ് ഈ പിടിച്ചിരിക്കുന്നത്, കാപ്പി കുടിച്ച ഗ്ലാസ് അച്ഛാ പിടിച്ച് ചൂടോടെ കയ്യിരിപ്പുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഭാര്യ നിർമ്മല അതെല്ലാം കേട്ട് നമ്മുടെ ഇതിനകത്ത് സോമനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൗമുദിക്കാർ വന്ന് അച്ഛനെ കണ്ടിട്ടുള്ള കാര്യം മൊത്തം കൗമുദിക്കാർ ഇതെല്ലാം ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇതേ ദിവസമാണ്, അതായത് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്ന ദിവസമായിരുന്നത്. അന്നേ ദിവസമാണ് അച്ഛൻ കണ്ടിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ പല അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഗുരുദേവനായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ വിദ്യാനന്ദ സ്വാമിയുടെ സ്വന്തം അനിയനാണ് എൻ്റെ പെങ്ങളുടെ അമ്മായിയച്ഛൻ. ആ ഒരു ബന്ധവുമുണ്ട്. പിന്നെ ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിലായിരുന്നു എൻ്റെ അമ്മായി സ്കൂളിൽ പഠിപ്പിച്ചത്. രാമ ടീച്ചർ ഇപ്പോഴും ഇരിപ്പുണ്ട്. അവിടെയാണ് എൻ്റെ ബന്ധുക്കളൊക്കെ അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് വിദ്യാനന്ദ സ്വാമിയുടെ സമാധിയും അവിടെ തന്നെയാണ് ഉള്ളത്. അത് അവർ സമാധി ആകാനുള്ള കാര്യമൊക്കെ പിന്നെ ഒരു വഴിക്കൽ ഞാൻ പറയാൻ പറ്റും. ഇങ്ങനെ ഗുരുദേവനിൽ അതുപോലെ ഞങ്ങളവിടെ ഗുരുപ്രദക്ഷിണ നടത്തിയതിന് ശേഷം പല കാര്യങ്ങളും നമുക്ക് പല വിശ്വാസത്തിൽ പല കാര്യങ്ങളും എടുക്കാൻ പറ്റി. ഈ മന്ത്രിയെ പരിചയപ്പെടാനും ഈ കാര്യങ്ങളെല്ലാം സാധിക്കുമ്പം പോകുമ്പോൾ എല്ലാം ഗുരുദേവ ഇന്ന് പോണ കാര്യം സാധിക്കണം, അത് സാധിച്ച് തന്നെ വന്നിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു കാര്യത്തിലും പുറകോട്ട് മാറിയിട്ടില്ല. അമ്പലമായി 1.5 ഏക്കറിന് മുകളിൽ സ്ഥലമുണ്ട്, നല്ലൊരു ഗുരുമന്ദിരമായിട്ടുണ്ട്. അത് വീണ്ടും പുതുക്കിപ്പണിത്, വീണ്ടും പഞ്ചലോഹ വിഗ്രഹവും വെച്ചു. അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഇവിടുന്ന് സച്ചിദാനന്ദ സ്വാമിയും പിന്നെ ഗുരുപ്രസാദ സ്വാമി അങ്ങനെയുള്ളവരെല്ലാവരും എത്തിയിരുന്നു. എല്ലാ സ്വാമിമാരും നമ്മുടെ ഗുരുമന്ദിരത്തിൽ അവിടെ വരികയും വേണ്ട കാര്യങ്ങളും ഈ പ്രഭാഷണത്തോടു കൂടിയാണ്, സച്ചിദാനന്ദ സ്വാമിയുടെ പ്രഭാഷണത്തോടു കൂടിയാണ് ഒരു ഉണർവ് ഉണ്ടാകുന്നത്. അത് ഇല്ല, കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. ഇപ്പം സംഘടനയുടെ രൂപീകരണം ഞാൻ പറഞ്ഞില്ല, എല്ലാ മാസത്തിലും കൂടിയാണ് ഇപ്പം. പക്ഷേ അവരെല്ലാവരും സഹകരിക്കുന്നുണ്ട്. നേതൃസ്ഥാനത്തേക്ക് അവരാരും എത്തുന്നില്ല. ഇപ്പോഴത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ എന്നെപ്പോലെ തന്നെ ഒരു ശശിധരൻ ഗോപാലും സെക്രട്ടറി ആയിട്ടൊരു സത്യനും പിന്നെ ട്രഷറായിട്ടൊരു ബാബു ഉണ്ട്. അവരാണ് ഭരിക്കുന്നത്. പക്ഷേ യുവജനങ്ങൾ ഇപ്പം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവരിപ്പം റിത്തം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എങ്കിലും കുറച്ചും കൂടെയൊക്കെ ഊർജ്ജസ്വലത ആകാനുണ്ട്. അവരെ SNGC ആയിട്ടും ഞങ്ങൾ സഹകരിച്ച് പോകുന്നു. ഇനിയും പറയാനായിട്ട് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇവിടെ വരുമ്പോഴും വീണ്ടും ഒത്തിരി അതിശയങ്ങൾ ഇവിടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഗുരുദേവനെ ദൈവമായിട്ട് തന്നെ കാണാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരാശ്രമം അതങ്ങനെ വെളിപ്പെടുത്താറുള്ള സമയം ആയിട്ടില്ല. അതിവിടെ വെച്ച് ഈ സ്റ്റേജിൽ വെച്ച് അന്ന് പ്രവാസി സംഗമം നടക്കുമ്പോൾ അത് സബ്മിറ്റ് ചെയ്തായിരുന്നു. അതങ്ങോട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിലൊരു 100% ആയെങ്കിൽ അത് മതി. കാര്യം നടക്കുന്നത് ഇപ്പോൾ അവിടെ ഗോവയിൽ ചെറിയ പ്രശ്നം നടക്കുകയാണ്. ശ്രീധരൻപിള്ള സാറിന് നല്ല ഹോൾഡാണ് അവിടെ ഉള്ളത്. ഇതുവരെ വന്നിട്ടുള്ള പിന്നെ എപ്പോഴും ഒരു ഗവർണർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് ഭരണപക്ഷത്തിലായിരിക്കും. അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ബഹുമാനിക്കുന്ന ആളാണ് ഞങ്ങളുടെ ഗവർണർ, ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറ്. ഗുരുമന്ദിരത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം അവിടുത്തെ കിഡ്നി പേഷ്യൻറ്റുമാർക്കും ഡയാലിസിസിനും എല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. വീടാന്തരം അദ്ദേഹം കയറി അത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ആർക്കും ശ്രീധരൻപിള്ള സാറിനെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് പറയാനുമില്ല. ഇപ്പോൾ ശ്രീധരൻപിള്ള സാറും മുഖ്യമന്ത്രിയും കൂടെ വിചാരിച്ചാൽ കാര്യങ്ങൾ കുറച്ചൊക്കെ അത് നടത്തിയെടുക്കാം. ഇപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അവിടുത്തെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി 450 വർഷം പഴക്കമുള്ള ബോഡി ഇരിക്കുന്നത് ഇപ്പോൾ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 30 വർഷം കൂടുമ്പോൾ അത് കാണിക്കാൻ വെക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ ഈ RSSലുള്ളൊരു നേതാവ് എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. കാര്യം അത് പോർട്ടുഗീസ് സമയത്തുള്ള. അപ്പം അദ്ദേഹത്തിനെ ഗോമിച്ച
ദേവാന്ന് പറഞ്ഞാൽ ഗോവയുടെ നാഥൻ അല്ലെ ഗോവയുടെ രാജാവ് എന്നുള്ള പേര് ആരോ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്നു. അദ്ദേഹം അതിന് പ്രതികരിച്ചു, ഇതെങ്ങനെ പോർട്ടീസുകാരനല്ല, ഇന്ന് പോർട്ടീസല്ലല്ലോ ഭരിക്കുന്നത്, നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യ അല്ല ഭരിക്കുന്നത്. ഏത് പറഞ്ഞാൽ അവർക്ക് ക്രിസ്ത്യൻസിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ നടക്കുന്നിടയ്ക്കാണ് ഞാൻ ഈ ലെറ്റർ കൊണ്ട് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ജനുവരിയിൽ നമുക്ക് വീണ്ടും കൂടാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് സാധിച്ചെടുക്കാനുള്ള തീരുമാനത്തിലും നമ്മുടെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ പുറകിലുമാണ് ഇപ്പം ഞാൻ കുറച്ചൊക്കെ വർക്ക് ചെയ്യുന്നത്. മറ്റു പിള്ളേരെയൊക്കെ ഏൽപ്പിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ റിട്ടയർഡ് ലൈഫിലാണിപ്പം. എങ്കിലും ഇവിടെ അവിടെയായിട്ട് നിൽക്കാൻ, എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുന്നില്ല. രാജേഷേ നിർദ്ദേശം കൊടു, അവരെല്ലാം അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ, പറയൂ. അതന്നെ നമ്മൾ പറയുന്നത് നിങ്ങളെല്ലാവരും ഗുരുദേവനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ആ കാര്യം അതായത് ശിവഗിരി ഒരു ബ്രാഞ്ച് അവിടെ ആകണം എങ്ങനെയും. അതിന് എനിക്കിപ്പം ഒരുപാട് അസുഖങ്ങളൊക്കെ എനിക്കുണ്ട്. 70 വയസ്സിലേക്ക് ഞാൻ കിടക്കാമെന്ന് പറഞ്ഞു. എങ്കിലും ഇപ്പോഴും ഡ്രൈവ് ചെയ്ത് ഞാൻ ഗോവയിൽ ഇവിടെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അതും കൂടെ സാധിച്ചെടുക്കണം എന്നുള്ള മനസ്സിൽ ആഗ്രഹമുണ്ട്, നടക്കണം. അതുപോലെ നമ്മൾ SNGCയിൽ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ അതുപോലെ പ്രവാസി സംഗമം ഇവിടെ വെച്ച് നടത്തിയതൊരു വലിയ വിജയമായിരുന്നു. അതിൻ്റെ പുറകെ വത്തിക്കാനിലേക്ക് ഞാനും പോകാനായിട്ട് പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും പോകാനൊരു ആവശ്യം പറ്റി. അത് ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുദേവൻ വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നു. എന്തായാലും വത്തിക്കാനിൽ പോയതൊരു വലിയ വിജയം തന്നെയാണ്. അതായത് ഗുരുദേവൻ പറഞ്ഞല്ലോ, ഗുരുദേവൻ്റെ പ്രഭാവം 100 വർഷങ്ങൾക്ക് ശേഷമെന്നുള്ളത്. ആ 100 വർഷമായിരിക്കുന്നു. ഇനിയും പ്രഭാവത്തിൻ്റെ മുകളിൽ പ്രഭാവമായിരിക്കും മുമ്പോട്ട് വരാൻ പോണത്. എന്തായാലും എന്നെ ശ്രമിച്ച് ഇത്ര നേരം കയറി എന്ന് ഏകദേശം ഞാൻ കുറഞ്ഞുള്ളൂ. മൊത്തത്തിൽ പറയാൻ ഇനിയുമുണ്ട്. ഇപ്പോൾ പറയാൻ ഒരു അതിശയം, എൻ്റെ അടുത്തിരുന്ന ആളുടെ കാര്യങ്ങൾ ഇപ്പം കണ്ടപ്പോൾ അവിടെ നിന്നുള്ള ആളാണെന്ന് മനസ്സിലായത്. പാറയ്ക്കൽ അല്ലേ, പാറയ്ക്കൽ ഗുരുദേവൻ പോയിരുന്ന ആ അമ്പലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അറിയാം. അല്ലല്ല, അതിൻ്റെ കാര്യമല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന, പന്നിമറ്റത്ത് താമസിക്കുന്ന, അത് നമ്മുടെ പ്രൂഫ് ലെതർ നമ്മുടെ ഷോപ്പ് നടത്തുന്ന പ്രകാശിൻ്റെ മിസ്സസ് എൻ്റെ കസിനാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ, ഈ പള്ളത്തെ വീട്ടിലും വെള്ളമില്ല, വേനൽക്കാലമാകുമ്പോൾ വെള്ളം പറ്റുന്നു. അപ്പം ഞാൻ അവിടെ കണ്ടു, കൊച്ചുമോളെ ഞങ്ങൾക്ക് വെള്ളമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഗുരുദേവൻ്റെ ഒരു അമ്പലത്തിൽ പോയ പിന്നെ വെള്ളമായിട്ടുണ്ട്. അവിടുന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ട് കിണറ്റിൽ ഒഴിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുഴപ്പങ്ങളും ഇല്ല. അത് തന്നെ ഞാൻ നിർമ്മലെ അതിനായിട്ട് തന്നെ അവിടെ പോയി. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ പോയി ഒരു കുപ്പി വെള്ളം ഞങ്ങൾ അവിടുന്ന് 3-4 കുപ്പി കുടിച്ചു. ഒരു കുപ്പി വെള്ളം അവിടുന്ന് കൊണ്ട് ഞങ്ങളുടെ കിണറ്റിൽ ഒഴിച്ചു. ഞങ്ങളുടെ കിണറ്റിൽ ഇതുവരെ വെള്ളം പറ്റിയിട്ടില്ല. നിർമ്മല എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫാണ്. നിർമ്മല ഒന്ന് കേട്ടോ, നിർമ്മല എല്ലാം ഇതിനെക്കൊണ്ട് പറയും. പക്ഷേ നിർമ്മലയാണ് എൻ്റെ ബാക്ക് ബോൺ എപ്പോഴും കേട്ടോ, എല്ലാത്തിനും. നിർമ്മല എല്ലാത്തിനും എൻ്റെ പുറകെ ഇതിന് പോകാനുള്ള എല്ലാ കാര്യം. ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ പോകണം. എൻ്റെ മോൻ്റെ ചെറിയ സർജറി ഉണ്ടായിരുന്നു, പൈൽസിൻ്റെ ആയിരുന്നു. അതുകാര്യം കടന്നു. ഞങ്ങൾ രാവിലെ അതിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ സ്റ്റേജിലോട്ട് കയറി. ഇപ്പം എനിക്ക് മെസ്സേജ് വന്നു, ഒരു കുഴപ്പമൊന്നുമില്ല. അതെല്ലാം വലിയ കാര്യമുള്ളതല്ല. ഞാൻ പറഞ്ഞ് പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഗോവയ്ക്ക് പോവുകയും വേണം. എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ കുറേയൊക്കെ എഴുതി വെച്ചത് എല്ലാം കൂടെ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം നല്ല ഒരു സഭ, പലരും ഇവിടുത്തെ സ്വാമിമാരെല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. സച്ചാൻ സ്വാമി ഇല്ലാഞ്ഞ കാരണം അല്ല, സച്ചാൻ സ്വാമി തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞേനെ. ഇങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവരും നമ്മുടെ ഈ കാര്യം വിജയിപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ശരി എന്നാൽ. അടുത്തത് ഈ സംസാരിക്കുന്നത് പാറയ്ക്കൽ ശ്രീനാരായണ സേവാ സംഘം ട്രസ്റ്റിൻ്റെ പ്രതിനിധി ശ്രീ ക്ഷണിക്കുന്നു. ഞാൻ വളരെ ഗുരുനാഥനെ പോലെ അതുപോലെ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഇത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നേതൃസംഗമമാണ് നടക്കുന്നത്. ഞാൻ ആ വിഷയത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വലിയ വെടിയുണ്ട മേലേക്ക് വെടിവെച്ചു, അതങ്ങ് മേളിയിലെത്തി. ആ മേളിയിലെത്തുന്ന സമയത്തെ പ്രഭാഷണമാണ് ശ്രീ സുവർണകുമാർ സാർ ഇവിടെ നടത്തിയത്. അതിനുശേഷം താഴേക്ക് അതേ ഫ്ലോയിൽ തന്നെ നമ്മളുടെ കുറിച്ച് സദൻ സാറ് ഇനി ആ ഉണ്ട താഴെ വീണ് കഴിയുമ്പോൾ ഇതൊന്ന് എടുത്തു മാറ്റിയാൽ മതി എന്ന രീതിയിലിരിക്കുന്ന ആളുകളാണ് ഇവിടെ എന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിൽ പോലും 1-2 കാര്യങ്ങൾ പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഇവിടെ വത്തിക്കാൻ സമ്മേളനം നടക്കുകയുണ്ടായി. ലോകത്ത് വത്തിക്കാൻ സമ്മേളനം വത്തിക്കാനിൽ നടന്നപ്പോൾ
അതേ സമയത്ത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ ലോകത്തൊരൊറ്റ സമ്മേളനം മാത്രമേ മറ്റൊരിടത്ത് നടന്നിട്ടുള്ളൂ, അത് പാറയ്ക്കലാണ്. അതേ സമയത്ത് കത്തോലിക്ക സഭയിലെ ഒരു പ്രമുഖനായ വൈദികൻ വന്ന് ഈ ആ സമ്മേളനം, വത്തിക്കാൻ സമ്മേളനത്തിൻ്റെ പ്രതീകാത്മക സമ്മേളനം പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇത്രയും നാൾ 140 കോടി ജനങ്ങളിൽ ഏതാണ്ട് 140 കോടി ജനങ്ങളിൽ ഒരു 20% ആളുകൾക്കൊക്കെ ഇന്ത്യയിൽ അറിയപ്പെടും ഗുരുദേവനെ. ഇന്നത് മാറി 816 കോടി ലോക ജനസംഖ്യ ഉള്ളതിൻ്റെ ഒരു 30% ആളുകളെങ്കിലും വത്തിക്കാൻ സമ്മേളനത്തോടു കൂടി ഗുരുദേവനെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 400 കോടി ആളുകളുടെ ഗുരുവാണ് ഗുരുദേവൻ. നിങ്ങൾ കഴിഞ്ഞ മാസം വരെ ചിലപ്പോൾ 10-20 ലക്ഷം ആളുകളുടെ, അല്ലെ 20 കോടി ആളുകളുടെ ഗുരുവായിരുന്നു. അതിന് മാറ്റം വരുവാൻ ഏറെ പ്രയത്നിച്ച ഈ ധർമ്മസംഘം ട്രസ്റ്റിലെ സന്യാസി ശ്രേഷ്ഠന്മാരെ നമ്മൾ എത്ര തന്നെ പ്രകീർത്തിച്ചാലും കഴിയില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ കാര്യം ഞാൻ ഇപ്പോൾ തെളിച്ച് പറയാണ്. സച്ചിദാനന്ദ സ്വാമിയുടെ ധ്യാനത്തെപ്പറ്റി ഇവിടെ പലരും പ്രതിപാദിച്ചു. സച്ചിദാനന്ദ സ്വാമിയുടെ ഏറ്റവും വലിയ ധ്യാനം നടന്നത് പാറയ്ക്കലാണ്. 150ാമത് ധ്യാനം നടന്നത് ആ വേദിയിൽ വെച്ച് അത്ഭുത സിദ്ധികൾ പലതും നടന്നു. ഇന്ന് ഞാൻ വേറൊരു കാര്യം കൂടി തെളിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വരുന്ന ശ്രീനാരായണ ഭക്തരായിട്ട് ഇവിടെ വരുന്ന ആളുകൾ തികച്ചും സാധാരണക്കാരാണ്. ആഴത്തിൽ ഗുരുദേവ കൃതികളെപ്പറ്റി പഠിക്കുക എന്നത് പറഞ്ഞാൽ ഒരു പക്ഷേ വലുതായിട്ടൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അല്പം കൃതികളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ 1-2 വാക്ക് പോലും പോയി നിലനിൽക്കുന്നില്ല. അതാണ് ആ സ്ഥിതി. അതേസമയം സ്വാമി പറയുന്ന ചില അത്ഭുത സിദ്ധികൾ സ്വാമി പറയാറുണ്ട് ധ്യാനവേദിയിൽ. നമ്മുടെ സാധാരണ പ്രവർത്തകർ അതെത്ര ശ്രവിക്കുന്നു എന്നതാണ് അതിന്. അപ്പോൾ ഗുരുദേവൻ്റെ അത്ഭുത സിദ്ധികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നും ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ഗുരുദേവൻ്റെ ഒരൊറ്റ അത്ഭുത സിദ്ധി ഇപ്പോഴും കാണുവാനുള്ളത് പാറയ്ക്കൽ മാത്രമേ ഉള്ളൂ. കേവലം നിരപ്പായ പ്രദേശത്ത് നിന്ന് ഒരു 4-5 അടി ഉയരമുള്ള ഒരു കയ്യാലയിൽ നിന്നും ഒരു കല്ലടർത്തി മാറ്റി അവിടെ നിന്നൊരു തീർത്ഥം സൃഷ്ടിച്ചു. കഴിഞ്ഞ 110 വർഷമായിട്ട് അതിങ്ങനെ ഒഴുകി വന്നുകൊണ്ട് ആ പുണ്യതീർത്ഥം പാനം ചെയ്തിട്ട് ഇന്ന് വരുന്ന ആളുകൾ മുഴുവൻ രോഗശാന്തി ഉണ്ടായി പോകുന്നു. എൻ്റെ ഒരു അനുഭവസ്ഥനാണ് ശ്രീ ശശി സാറ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ്, ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ല, ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്ത് തീർത്ഥാടന കേന്ദ്രം ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ശിവഗിരി അല്ലാതെ ഒരേ ഒരു തീർത്ഥാടന കേന്ദ്രമേ ഉള്ളൂ, പാറയ്ക്കൽ തീർത്ഥാടന കേന്ദ്രം. ശിവഗിരിയെ എല്ലാ രീതിയിലും മാതൃകയാക്കി മറ്റൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ പ്രവർത്തന മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒറ്റ വാക്കിൽ പറയും, ഞങ്ങൾ ശിവഗിരിയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ശിവഗിരിയിലെ മിക്കവാറും എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് സർവ്വമത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഇവിടുത്തെ മുഴുവൻ സന്യാസി ശ്രേഷ്ഠന്മാരും വന്നു. പാറയ്ക്കൽ വന്നു പുണ്യതീർത്ഥ മണ്ഡപത്തിൽ അത് പാനം ചെയ്ത് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ 1984 അവിടെ ശിവഗിരി തീർത്ഥാടകർക്കായിട്ടൊരു തീർത്ഥാടന കേന്ദ്രം പണിതു. ഏതാണ്ട് 38 വർഷം മുൻപ് തീർത്ഥാടകർക്കിടെ ഇടത്താവളം ഒരുക്കിയതും ആദ്യ സംഭവമാണ്. കേരളകൗമുദിയുടെ ഒരു പിരിയോഡിക്കൽ അവരിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് കേരളകൗമുദി എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് അത് വളരെ പ്രത്യാപിച്ചു. ലോകത്താദ്യമായിട്ട് ശിവഗിരി തീർത്ഥാടകർക്ക് ഒരു ഇടത്താവളം ഒരുക്കുവാനും പാറയ്ക്കൽ ആണ് തൊട്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ എന്തെല്ലാം കാര്യങ്ങളാണ്. ഒരു പക്ഷേ പാറയ്ക്കൽ സന്ദർശന വേളയിലായിരിക്കാം മൂലൂർ എന്ന മഹാകവി എഴുതിയ അത്ഭുത സിദ്ധികൾ അന്നേറെ കാണിച്ച് ഗുരുവിനെ കാണുമാറാകണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു വാക്യം കൂടി പറയുന്നു, ഊമനെ വാചാലനാക്കിയതും ഇതെല്ലാം
ഈ പാറയ്ക്കലിൽ നിന്നാണ് സംഭവം. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ ഗുരുദേവ പ്രസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ഗുരുദേവനെ പറ്റി പഠിക്കുവാൻ ആദ്യം പഠിക്കേണ്ട പുസ്തകം വായിക്കുന്നതിനേക്കാളിലുപരി ഗുരുദേവ പ്രസ്ഥാനങ്ങളും ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉള്ള ഭാഗങ്ങൾ നേരിൽ സന്ദർശിക്കുവാനും പഠിക്കുവാനുമുള്ള അവസരമുണ്ട്. മറ്റാരെ പോലും ഞാൻ പ്രകീർത്തിച്ച് പറയുന്നില്ല. ഇന്ന് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ യഥാസമയം ഭക്ഷണം ഒരുങ്ങി കൊടുക്കുന്നുണ്ട്. ആരോടും 1 രൂപ പോലും അന്നദാനത്തിന് വാങ്ങിക്കുന്നില്ല. ഇന്നലെയും നാളെ തീർത്ഥാടകരുടെ ജനങ്ങളുടെ ഒരു വലിയ ബാഹുല്യം തന്നെ അവിടെ ഉണ്ട്. നാളെ വരുന്നത് ഇവരുടെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വടക്കൻ ദേശത്ത് നിന്ന് വരുന്ന എല്ലാ തീർത്ഥാടകരും പാറയ്ക്കൽ ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വീകരണം നൽകണമെന്ന്. ഇപ്പോൾ സ്വീകരണം നൽകണം. എല്ലാവരെയും ഞങ്ങൾ സർവ്വതോന്മുഖമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ട രീതിയിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അവിടെ യഥായോഗ്യമായ താമസ സൗകര്യമോ അല്ലെങ്കിൽ ആഹാരത്തിനുമുള്ള എല്ലാ ക്രമീകരണവും യാതൊരു ഫലവും അല്ലെങ്കിൽ യാതൊരു പ്രതിഫലവും വാങ്ങാതെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് പാറയ്ക്കൽ തീർത്ഥാടന കേന്ദ്രം. ആ തീർത്ഥാടന കേന്ദ്രത്തിലെ നവീകരിച്ച പുണ്യതീർത്ഥ മണ്ഡപവും അതുപോലെയുള്ള കാര്യങ്ങൾ കാണുവാനും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഏതാണ്ട് MC റോഡിൽ ചെങ്ങന്നൂരിനും പന്തളത്തിനും ഇടയ്ക്ക് ഒത്ത മധ്യത്ത് നിന്നും കേവലം 100 മീറ്റർ മാത്രമേ ഉള്ളൂ. ആർക്കും എപ്പോഴും കയറാവുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ വന്നെത്തുകയും ഈ സമ്മേളനത്തിൽ ഇതുപോലെ തന്നെ ഇതുപോലെയുള്ള നേതൃസംഗമത്തിൽ പങ്കെടുക്കുവാൻ ഒരവസരം ഉണ്ടാക്കി തന്ന സച്ചാൻ സ്വാമിയെയും അതുപോലെ തന്നെ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇതിനൊരവസരം ഉണ്ടാക്കി തന്ന എനിക്കും ഞാൻ വളരെ കൂടുതൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇവിടെ ബ്രഹ്മവിദ്യ സന്യാസിമാരെ ഇറങ്ങിച്ചെല്ലണമെന്നൊക്കെ പലരും പറഞ്ഞു. ചില കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ ബ്രഹ്മവിദ്യാലയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എൻജിനീയറിംഗ് കമ്മിറ്റി മെമ്പർ, അങ്ങനെ വിവിധ കമ്മിറ്റികളിൽ മെമ്പറായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 1 വർഷം ബ്രഹ്മവിദ്യാലയത്തിൽ പഠിക്കുവാനെത്തിയത് 3 കുട്ടികളാണ്. പിന്നെ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകാൻ കഴിയും? അപ്പം നമ്മൾ ശ്രമിക്കേണ്ടത്, നമ്മൾ പണ്ട് നടരാജഗുരുവിനോട് ഡോക്ടർ പൽപ്പുവിനോട് ഒരാളിനെ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാളിനെ തന്നതുപോലെ നമ്മൾ പേരൻസ് ഇവിടെ വിട്ട് പഠിപ്പിച്ചാൽ ഒരിക്കലും സന്യാസിയാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ബ്രഹ്മവിദ്യാലയത്തിലേക്ക് കുട്ടികളെ അയക്കുവാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികളെ അയക്കണം. അവരൊക്കെ വിദ്യാഭ്യാസം ചെയ്യട്ടെ, ഗുരുവിനെപ്പറ്റി പഠിക്കട്ടെ. അതുവഴി നമ്മൾ ഗുരു സന്ദേശം സർക്കലവരലിലേക്ക് എത്തിക്കുവാൻ കഴിയും. അതിനുള്ളൊരു പ്രവർത്തനവും ഈ നേതൃസംഗമവും അതിനുപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് പത്മ ദിവാകർ IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്. ശ്രീനാരായണ സമിതി മുംബൈയുടെ പ്രതിനിധിയാണ്. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവിടെ എത്തിയ എല്ലാ നാരായണീയർക്കും ഗുരുവിൻ്റെ നാമത്തിൽ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പത്മ ദിവാകരൻ. ബോംബെയിലാണ് ഞാൻ സ്ഥിരതാമസമാക്കിയിട്ടുള്ളത്. ഞാൻ ബോംബെ മന്ദിരസമിതിയുമായിട്ട് വളരെ 55 വർഷമായിട്ട് സഹകരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ബോംബെയിൽ ഇൻകം ടാക്സിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ജോലി ചെയ്തു. റിട്ടയറായി കഴിഞ്ഞിട്ട് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായിട്ട് 10-15 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ബോംബെയിലെ മന്ദിരസമിതി വളരെ കാര്യമായിട്ട് ഗുരുദേവൻ്റെ ദർശനങ്ങളെ
പ്രാക്ടിക്കലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവിടെ MI ദാമോദരൻ സാറാണ് പ്രസിഡൻറ്റ്, മോഹൻദാസ് വൈസ് പ്രസിഡൻറ്റ്, OK പ്രസാദ് സെക്രട്ടറി ഒക്കെയാണ്. അവർ എല്ലാവരും ഗുരുദേവൻ്റെ ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഗുരുദേവൻ ദൈവമാണല്ലോ. ഗുരുദേവനെ പോലെ ഇപ്പം ഞാൻ ഗുരുദേവനെ പോലെ എല്ലാം ചെയ്യണം, ഞാൻ അങ്ങനെ ജീവിക്കണം എന്നൊന്നും വിചാരിച്ചാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അത് ഗുരുദേവനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ബോംബെയിലെ ഡോക്ടർ ദാമോദരൻ പറഞ്ഞിട്ട് ഒരു സാറുണ്ടായിരുന്നു. പുള്ളി ഇപ്പോഴില്ല. പുള്ളിയാണ് അവിടെ ഈ മന്ദിര സമിതി ഉണ്ടാക്കിയത്. വളരെ കഷ്ടപ്പെട്ട്, ഇവിടെ ഇപ്പോൾ ഇവരോരോരുത്തർ പറഞ്ഞല്ലോ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ആശ്രമങ്ങൾ ഉണ്ടാക്കിയത്. അതുപോലെയാണ് ആ മഠം ചെമ്പൂർ എന്ന് പറയുന്ന ബോംബെയിലെ സ്ഥലത്തിൽ ഉണ്ടാക്കിയത്. ഇപ്പം അവിടെ സ്കൂളുണ്ട്, കോളേജുണ്ട്. ഉൽവേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും സ്കൂളുണ്ട്. താരാപൂർ എന്ന് പറയുന്ന സ്ഥലത്തും ഇപ്പോൾ സ്കൂള് തുടങ്ങാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബോംബെ മന്ദിര സമിതി ചെയ്യുന്നുണ്ട്. എല്ലാം ശിവഗിരിയുടെ ഇതിലാണ്, ശിവഗിരിയുമായിട്ട് സഹകരിച്ചാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുന്നത്. ഇവിടെയുള്ള സ്വാമിമാരെല്ലാം ബോംബെയിൽ വന്നിട്ടുണ്ട്. അവിടെ ഓരോ യൂണിറ്റുകൾ 42 യൂണിറ്റുകളുണ്ട്. അവിടെ അമ്പലങ്ങളൊക്കെ വയ്ക്കുമ്പോൾ പ്രതിഷ്ഠ ചെയ്യുമ്പോഴുമൊക്കെ ഇവിടെ നിന്നുള്ള സ്വാമിമാരെയാണ് നമ്മൾ ക്ഷണിക്കാറ്. അവർ വരാറുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടും വളരെ സ്നേഹമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ബോംബെയിൽ നമ്മൾ ചെയ്യുന്നത്. അവിടെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. അതുകൊണ്ട് വരുമാന മാർഗവും ഉണ്ട്. പിന്നെ വനിതകളാണെങ്കിൽ വളരെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് അവിടെയുള്ളവരെല്ലാം. 10-15,000 കൂടുതൽ മെമ്പേഴ്സുണ്ട് നമുക്ക് ബോംബെയിൽ. 42 യൂണിറ്റുണ്ട്. ആ യൂണിറ്റുകളിലെല്ലാം ചതയത്തിന് പ്രാർത്ഥനയും അന്നദാനവും അങ്ങനെയുള്ള പ്രഭാഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം വളരെ ഗുരുദേവൻ ചിന്തിച്ച രീതിയിൽ, ഗുരുദേവൻ ഗുരുദേവൻ്റെ ദർശനം പോലെ അതുപോലെയൊക്കെ പ്രവർത്തിക്കാനാണ് അവിടെ ഉള്ളവർ ശ്രമിക്കുന്നത്. ഒരു കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ഒരു കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്. നാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കുമുണ്ട്. ഞാൻ അവിടെ ഒരു ഡയറക്ടറും ആയിരുന്നു, ഇപ്പോഴല്ല. പിന്നെ അതുപോലെ തന്നെ ഹരിദ്വാറിൽ നമ്മുടെ ഗുരുദേവൻ്റെ ഒരു ആശ്രമമുണ്ട്. ഹരിദ്വാറിൽ നിങ്ങൾ ആരെങ്കിലും ഋഷികേശ് ദ്വാരക അവിടെ ഹരിദ്വാർ സ്ഥലത്ത് പോകുകയാണെങ്കിൽ ആ മഠത്തിൽ പോകണം. അവിടെ താമസിക്കാനും ആഹാരത്തിനും എല്ലാം ഫ്രീ ആയിട്ടാണ് ഗുരുമന്ദിരത്തിൽ നിന്ന് ചെല്ലുന്നവർക്ക് എല്ലാം. അതുപോലെ നിങ്ങളെല്ലാവരും 10-15 പേരായിട്ടൊന്ന് പോകുക. ഹരിദ്വാർ ഋഷികേശും ഒക്കെ ഒന്ന് കണ്ടുവരിക. അവിടെ 3-4 ദിവസം താമസിക്കുക. ഗുരുദേവനെ വിചാരിച്ച് ഗുരുദേവൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം അവിടെയുണ്ട്. സെപ്റ്റംബർ 25 അതിൻ്റെ ആനുവൽ ഫങ്ഷന് ഞാനും പോയിരുന്നു അവിടെ. അപ്പം അങ്ങനെ ഗുരുദേവൻ വിചാരിച്ചതുപോലെ ഗുരുദേവൻ്റെ ദർശനങ്ങൾ അത് പ്രായോഗികമായി ചെയ്യാനാണ് നമ്മുടെ മന്ദിരസമിതി ശ്രമിക്കുന്നത്. ഞാനതുകൊണ്ട് പറയുന്നത് ഹരിദ്വാറിൽ എല്ലാവരും പോകണം. അവിടുന്ന് ബോംബെയിൽ നിന്ന് മഹാരാഷ്ട്രിയൻസ് വരെ പോകുന്നുണ്ട്. മഹാരാഷ്ട്രിയൻസ് വരെ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കൊടുക്കും. അല്ലെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കും, ഇല്ല അല്ലാതെ പോകും. അവരവിടെ പോയാൽ അവിടെ താമസിക്കുകയും ചെയ്യാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആഹാരവും താമസവും എല്ലാം ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും അവിടെ പോകണം. എല്ലാവരും ഗുരുവിനെ ഓർമ്മിപ്പിക്കുന്ന ആൾക്കാർ എല്ലാം അവിടെ പോയി ദർശനം നടത്തണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അങ്ങനെ ശിവഗിരി പോലെയൊന്നും നമുക്ക് ബോംബെയിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും കഴിയുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 2, 3, 4 തീർത്ഥാടനമുണ്ട് ബോംബെയിൽ. നമ്മൾ തീർത്ഥാടനം നടത്തുന്നുണ്ട്. അവിടെ ദിവ്യ ദർശനം, ഗുരുവിൻ്റെ ദിവ്യ ദന്തം അത് വയ്ക്കുന്നുണ്ട്. തീർത്ഥാടന സമയത്ത് മാത്രമേ അത് ഭക്തർക്കെല്ലാം കാണാം എന്നുള്ള നിലയിൽ വയ്ക്കാറുള്ളൂ. അപ്പം തീർത്ഥാടനത്തിന് ബോംബെയിലേക്കും എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇന്ന് ഇവിടെ വന്നിരുന്ന് വളരെ മനസ്സിന് സന്തോഷമായി. ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം കേട്ട് ഗുരുദേവൻ്റെ
സന്നിധി, ഗുരുദേവൻ്റെ എന്താ പറയുക, സമാധിയുടെ അടുത്താണ് എങ്കിലും ഗുരുദേവൻ ഇവിടെയുണ്ട്, നമ്മളുടെ അടുത്തൊക്കെ ഗുരുദേവൻ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ വരുത്തുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളാണ് ഇവിടെ എല്ലാവരും നടത്തിയത്. സ്വാമിജിമാരും ബാക്കി പ്രഭാഷകരും എല്ലാം വളരെ ആത്മീയമായിട്ടുള്ള വളരെ നല്ല ഒരു പ്രഭാഷണമാണ് എല്ലാവരും നടത്തിയത്. ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത് പോലെയുള്ള ഒരു പ്രഭാഷണമായിരുന്നു ഇവിടെ ഓരോരുത്തരും നടത്തിയത്. എനിക്ക് എന്തായാലും ഇവിടെ വന്ന് ശിവഗിരിയിൽ വന്ന് ഗുരുദേവൻ്റെ സമാധിയുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാനും ഇതുപോലെ ഇതിൽ സഹകരിക്കാനും എന്നെ അനുവദിച്ച ശിവഗിരി അധികാരികൾക്ക് എല്ലാം ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എപ്പോഴും ശിവഗിരിയിൽ വരാറുണ്ട്, ബോംബെയിലാണെങ്കിലും എപ്പോഴും വന്നാലും ശിവഗിരിയിലൊന്ന് വരും. എന്തായാലും ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ പ്രവാസി ശ്രീനാരായണ മന്ദിര സമിതി അങ്ങനെയുള്ള സമാജങ്ങളുടെ എല്ലാ കൂട്ടാളികളെയും കാണാനും പറ്റി. എനിക്കത് വളരെ സന്തോഷമായി. ഗോവയിലുള്ളവരും കോയമ്പത്തൂരുള്ളവരും അങ്ങനെയുള്ള എല്ലാവരുമായിട്ട് കണ്ടു, എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും ഞാൻ ബോംബെ മന്ദിര സമിതിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫെബ്രുവരി 2, 3, 4 അവിടുത്തെ തീർത്ഥാടനം. ഗുരുദേവൻ്റെ ദിവ്യദന്തം അവിടെ അന്നേരം എല്ലാവർക്കും കാണാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരു സമിതിയാണ് മന്ദിര സമിതി. എന്തായാലും ഹരിദ്വാറിലും ഒരു മഠം ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കേരളത്തിലുള്ളവർക്ക് എവിടെയുള്ളവർക്കാണേലും പോയിട്ട് ഗുരുദേവനെ പ്രാർത്ഥിക്കാനും അവിടെ ഗംഗയിൽ കുളിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങൾ ഉണ്ട്. എന്തായാലും ഗുരുദേവൻ്റെ ഒരു കാരുണ്യമാണ് എനിക്ക് ഇന്ന് ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും കാണാനും 2 വാക്ക് സംസാരിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഗുരുദേവൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എൻ്റെ ആശംസകളും ആശീർവാദങ്ങളും ഗുരുദേവൻ്റെ നാമത്തിൽ. നമസ്കാരം. അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ സുവർണകുമാർ സാറ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. അല്ല, ക്ഷമിക്കണം, ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയതാണ്. ഞങ്ങളുടെ ഈ ശ്രീനാരായണ യൂണിവേഴ്സൽ കോൺഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഒരു ഓർഗനൈസേഷൻസ് 10 റീജിയനുകളുണ്ട്. ഇന്ത്യ മുഴുവനുമുള്ള സംസ്ഥാനങ്ങളെ റീജിയനായിട്ട് തിരിച്ചിട്ടുണ്ട്. 11ാമത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലാണ്. വിദേശ രാജ്യങ്ങളിലും ഞങ്ങളുടെ സംഘടനകൾ ഇതിനകത്ത് പങ്കാളികളാണ്. ഒമാനുണ്ട്, അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, മറ്റു പല ശ്രീലങ്കയുണ്ട്. അപ്പോൾ അവിടെ ഇതിൽ ഈ 10ാമത്തെ സോൺ ഒരു സോൺ, നമ്മുടെ ആദ്യത്തെ സോണെന്ന് പറയുന്നത് സൗത്ത് സോണാണ്. ആ സൗത്ത് സോണിൽ 2 നേതാക്കന്മാർ ഇവിടെ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഒന്ന് നമ്മുടെ അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നത് സൗത്ത് സോണിൻ്റെ സെക്രട്ടറി ശ്രീ പ്രബോധസ് കണ്ടച്ചിറ, ഒന്ന് കൈവോക്ക് കാണി, പ്രബോധസ് കണ്ടച്ചിറ. ഇതിൻ്റെ ഡെപ്യൂട്ടി ട്രഷറായിരിക്കുന്നത് നമ്മുടെ ഗുരുവീക്ഷണം പത്രത്തിൻ്റെ പത്രാധിപർ കൂടിയായ ശ്രീ ശിവബാബു. എഴുന്നേര് ശിവബാബു അതാ പറയലുണ്ട്. അപ്പോൾ ഇവർ 2 പേരെയും ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയ കാരണം, നമ്മുടെ അരിവിപ്പുറം പ്രതിഷ്ഠയിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വം വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നുള്ളത്. അത് വാസ്തവത്തിൽ അതിൻ്റെ ഒരു ആഴത്തിൽ അത് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് പറയാൻ ഞാൻ വിട്ടുപോയത് കൊണ്ടാണ് 2 വാക്ക് നമ്മുടെ ഇപ്പോഴത്തെ അധ്യക്ഷനായി നമ്മുടെ കുറിച്ചിതാൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരു പായൽ ചെറുപ്പകാലത്ത് കിടന്നുറങ്ങിയവരാണ്. എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ശ്രീനാരായണ യൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി ഞങ്ങൾ ഇമ്പിച്ചി ബാബ പണിതിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ബസ് സ്റ്റാൻഡുകളിലും ഒരു 10 മണി കഴിഞ്ഞ് മുറിയെടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് മനോരമ മാതൃഭൂമി പത്രം 10:30 മണിയാകുമ്പോൾ കിട്ടും. അത് വാങ്ങിച്ചൊന്ന് വായിച്ചിട്ട് ബസ് സ്റ്റാൻഡുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അവസാനമായി ഞങ്ങൾ ഉറങ്ങിയത് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലാണ്, ഈ കുറിച്ചിസ്ഥാനും ഞാനും ഒക്കെ. അന്നൊക്കെ വയസ്സ് 10, 27, 28 വയസ്സാണ്. ഇപ്പോൾ 82. അപ്പോൾ ഞാനിത് പറയാൻ വന്നത് നമ്മുടെ അരിവിപ്പുറം പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുദേവൻ അന്ന് മരുത്വാമലയിൽ നിന്ന് വന്ന് നേരെ വരുന്നത് അരുവിപ്പുറത്തേക്കാണ്. അരുവിപ്പുറത്ത് വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ശിഷ്യനുണ്ടായി, ഒരു കൊച്ചു പയ്യൻ, നിക്കറിട്ട പയ്യൻ. ആ പയ്യനാണ് ഈ കായ്കനികൾ പറിച്ച് കൊടുക്കുകയും
കിഴങ്ങ് ചുട്ടുകൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ പയ്യൻ്റെ പേര് കൊച്ചപ്പിപ്പിള്ള എന്നായിരുന്നു. കൊച്ചപ്പിപ്പിള്ളയെ സ്കൂളിൽ വിളിക്കുന്ന അയ്യപ്പൻ പിള്ള എന്നാണ്. അപ്പോൾ ആ കൊച്ചപ്പിപ്പിള്ള വന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തപ്പോൾ കൊച്ചപ്പിപ്പിള്ളയുടെ അച്ഛൻ പറഞ്ഞു, നീ അവിടെ പോകരുത്, ആ ചോച്ചറൊക്കെ എന്നെ പറഞ്ഞ് നീ പോകേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് തടഞ്ഞു. പക്ഷേ ആ പയ്യൻ പോയി. പയ്യൻ ഈ സ്വാമിയുടെ കൂടത്തിൽ ഈ നാണു സന്യാസി എന്ന് പറഞ്ഞ 33 വയസ്സുകാരൻ്റെ കൂടെ നിന്നു. അവസാനം ജനങ്ങൾ അവിടെ സ്വാമി ഓരോരുത്തരെയും അസുഖങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഭക്തജനങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഈ കുട്ടി തന്നെ എല്ലായിടും പറഞ്ഞ് ഈ ശിവരാത്രി നാളിൽ ഒരു പ്രത്യേക ദിവസമാണിന്ന്, എന്നൊരു ചില ചടങ്ങുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്, സ്വാമി ചടങ്ങ് നാണു സന്യാസി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നുകൂടി. അന്നവിടെ പാലമൊന്നുമില്ല, അരുവിപ്പുറത്ത് ഇപ്പോൾ പാലമുണ്ട്. അന്ന് വള്ളത്തിലും മറ്റുമൊക്കെ കടന്നൊക്കെ ചുറ്റിക്കറങ്ങിയൊക്കെയാണ് വരുന്നത്. അവിടെ വന്നു. അപ്പോൾ 100 കണക്കിന് ആളുകൾ അവിടെ കൂടി. വെളുപ്പാൻ രാവിലെ 2 മണിയായി 2:30 മണിയായപ്പോൾ ഈ നാണു സന്യാസി എന്ന് പറഞ്ഞ് നമ്മളത് മനസ്സിലൊന്ന് കാണണം. ആ നാണു സന്യാസി ഇങ്ങനെ താറെടുത്തുകൊണ്ട് ഹുങ്കാരവത്തോടുകൂടി ഒഴുകുന്ന നെയ്യാറാണ്, രാക്ഷസനെ പോലെ ഒഴുകുന്ന നെയ്യാറും. പാറകളിൽ അങ്ങനെ വെള്ളം വന്ന് അടിച്ച് പതഞ്ഞ് രാക്ഷസനെ പോലെ പോകുന്ന. അന്ന് ഇവിടെ ഈ നെയ്യാർ ഡാമൊന്നുമില്ല, ഒരുപാട് വെള്ളം, 10-12 ആൾ പൊക്കത്തിലുള്ള വെള്ളം ഞാൻ അടിച്ച് ഒഴുകി പോവുകയാണ്. ആ കരയിൽ വന്ന് ഞാൻ ധ്യാനനിരമ്പനായി നിന്നിട്ട് എടുത്ത് ചാടുകയാണ്. എടുത്ത് ചാടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ നാണു സന്യാസിയെ കാണുന്നില്ല. അവിടെ നിന്ന് സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി നെഞ്ചത്തടിച്ച് നിലവിളിച്ചു, സ്വാമി പോയി, സ്വാമി അറബിക്കടലിലേക്ക് പോയി കഴിഞ്ഞു, സ്വാമി എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്വാമിയോട് സംസാരിച്ച പോലെ ശങ്കരൻകുഴിയിൽ നിന്ന് ഒരു പാറക്കഷ്ണവുമായി ഈ യുവ സന്യാസി ഇങ്ങനെ പൊങ്ങി വരികയാണ്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു പാറക്കല്ല്. ആ പാറക്കല്ല് ജനങ്ങൾ നോക്കിയപ്പോൾ അത് മറ്റ് പാറകളുമായി തല്ലി അതൊരു ശിവലിംഗാകൃതിയിലായൊരു പാറ. അതുമായി നേരെ കരയിലേക്ക് കയറി വരികയാണ്. കരയിലേക്ക് കയറി വന്ന് അവിടെ ചതുരാകൃതിയിലുള്ള വേറൊരു പാറ ഇരിപ്പുണ്ടായിരുന്നു. ആ പാറയുടെ അടുത്ത് വന്നിട്ട് ഏതാണ്ട് 80 മിനിറ്റ് നേരം ധ്യാനനിരതനായി നിന്നുവാണ് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 80 മിനിറ്റ് നേരം ആ ധ്യാനനിരതനായി നിൽക്കുന്ന സമയത്ത് ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പാറയിലേക്ക് കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഈ പാറക്കല്ല് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ആ ശിവലിംഗാകൃതിയിലുള്ള പാറ ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെടും. നമ്മളന്ന് മനസ്സിലൊന്ന് കാണണം. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട കല്ല് 80 മിനിറ്റ് കഴിഞ്ഞ ശേഷം പറഞ്ഞു ആ മറ്റ് സമചതുരാകൃതിയിലെ പാറയുടെ മുകളിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇത് ശിവലിംഗമാണ്, ഞാൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു, ഇവിടെ ക്ഷേത്രമാണ്, നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നവർ വീണ്ടും ഞെട്ടി. ബ്രാഹ്മണൻ മാത്രം ചെയ്യേണ്ട ഒരു കടമ ഈ 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇതാ ചെയ്തിരിക്കുന്നു. സ്വാമിയുടെ കണ്ടുപൊട്ടി പോകും, സ്വാമിക്ക് മസൂരി പിടിപെടും, കൈകാലുകൾ തടർന്നു പോകും. ബ്രാഹ്മണൻ ചെയ്യേണ്ട ഈ പ്രതിഷ്ഠാകർമ്മം ഈ ചണ്ടാലനായ സന്യാസി ചെറുപ്പക്കാരനായ സന്യാസി ഇത് പോക്ക് തന്നെ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. പക്ഷേ പിന്നീട് അവരെല്ലാം നോക്കി. അത് കഴിഞ്ഞ ശേഷം സ്വാമി ഈ സന്യാസി നേരെ നടന്ന് പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് പോയി. ആ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് പോയ സ്വാമി കുറേ കഴിഞ്ഞപ്പോൾ ഒരു പലക കഷ്ണമായി കയറി വരികയാണ്. അത് നിങ്ങൾ മനസ്സിലൊന്ന് കാണണം. ആ പലക കഷ്ണമായി എഴുതി കഴിഞ്ഞിട്ട് ഒരു കൽക്കഷ്ണം എടുത്തിട്ട് ആ പലകയിൽ ഇങ്ങനെ എഴുതി, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. അത് വലിയ നേരത്തെ അവിടെ സച്ചിദാനന്ദ സ്വാമി സൂചിപ്പിച്ചതുപോലെ, ശുഭാംഗാനന്ദ സ്വാമി സൂചിപ്പിച്ചതുപോലെ മാതൃകാസ്ഥാനമാമിത് എന്നാണ് പറഞ്ഞത്. മാതൃകാ ക്ഷേത്രം എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട്. നമ്മളാരും പ്രതീക്ഷിക്കുന്നതല്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് വലിയ അർത്ഥം അതിനുണ്ട് എന്നുള്ള കാര്യം നിങ്ങളറിയണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ, ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ വാഴുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ സെക്യുലറിസത്തിൻ്റെ ശബ്ദം ലോകത്താദ്യമായി 1888 മുഴക്കിയത് 33 വയസ്സുകാരനായ നാണു സന്യാസി എന്ന് പറയുന്ന ഈ പ്രതിഷ്ഠ നടന്നതിന് ശേഷം ശ്രീനാരായണ ഗുരുവായി മാറിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാവിലൂടെയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ജാതിഭേദം മതദ്വേഷം സെക്യുലറിസത്തിൻ്റെ ആദ്യത്തെ ശബ്ദം ലോകത്താദ്യമായി മുഴക്കിയത് ശ്രീനാരായണ ഗുരുദേവൻ. രണ്ടാമത് സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. സോദരത്വേന വാഴുന്ന ആരാണ്? സഹോദരന്മാരെ പോലെ തുല്യരായി വാഴുന്നത് ആരാണ്? അത് സോഷ്യലിസം. തുല്യരായി സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അങ്ങനെ സോഷ്യലിസത്തിൻ്റെ ശബ്ദം ആദ്യമായി മുഴക്കിയത് ഈ വരികളിലൂടെ ശ്രീനാരായണ ഗുരുദേവനാണ്, ലോകചരിത്രത്തിൽ ആദ്യമായി. അവസാനം മാതൃകാസ്ഥാനമാമിത്. മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെമോക്രസി, ഒരു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഡെമോക്രസി. അപ്പോൾ സോഷ്യലിസത്തിൻ്റെ ശബ്ദം ആദ്യമായി മുഴക്കി. അതേപോലെ
നമ്മുടെ സെക്കുലറിസത്തിൻ്റെ ശബ്ദമാദ്യമായി മുഴക്കി ഡെമോക്രസി, ഈ 3 കാര്യങ്ങളെക്കുറിച്ചും ആണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്ന ഈ ലോകത്തെക്കുറിച്ച് ഗുരുദേവൻ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി 1888 പ്രഖ്യാപിച്ചു. അതുമായി നമ്മൾ മുന്നോട്ട് പോകുക. ആ ഒരു ദർശനം നമ്മൾ ഉണ്ടാകണം. നമുക്ക് ഇവിടെ നേരത്തെ ഇവിടെ സംവരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടുന്ന് ചോദിച്ച് ജാതിയല്ല, ഇതൊക്കെ ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ച ഭരണഘടന അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. സാമുദായിക സംവരണം നടപ്പിലാക്കുന്നതിന് ഒരു 20 ലക്ഷം നമ്മുടെ ഉദ്യോഗം അനുവദിക്കപ്പെടാതെ അത് നിയമനം ലഭിക്കാതെ ഇന്ത്യ ഗവൺമെൻറ് ഇട്ടിരിക്കുന്നു, കേരള ഗവൺമെൻറ് ഇട്ടിരിക്കുന്നു. കേരള ഗവൺമെൻറ് ഒരുപാട് കുഴപ്പങ്ങൾ കാണിച്ചു. അതൊക്കെ നമ്മുടെ പിന്നോക്ക സമുദായ സംവരണം 28 നടക്കുന്നത്. അതൊക്കെ അന്നേരം പറയാം, ഇപ്പം ഞാൻ പറയുന്നില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത്. അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. നമസ്കാരം, നന്ദി. അയ്യോ, ഒരു കാര്യം പറഞ്ഞത്, സൗത്ത് സോണിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് വന്ന മണികണ്ഠൻ സാർ എടുത്തേ മീശ മണികണ്ഠൻ സാർ എവിടെ? പുറത്തോട്ട്. അയ്യോ, ഞാനത് ക്ഷമിക്കണം. ഇത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മുടെ 64 സംഘടനകൾ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ. ഇതിൻ്റെ ആണ് അത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ 64 സംഘടനകൾ. 64 സംഘടനയുടെ പ്രസിഡൻ്റാണ് ഇവിടെ ഇരുന്ന ഡോക്ടർ KK ശശിധരൻ. അദ്ദേഹം പോയി പ്രസംഗിച്ചു. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് ഈ ഇരിക്കുന്ന അഡ്വക്കേറ്റ് TS ഹരീഷ് കുമാർ. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാരവാഹികളാണ്. ഈ കുറിച്ചിസാൻ ഉൾപ്പെടെ. കുറിച്ചിസാൻ ശ്രീനാരായണ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ഞാനതിൻ്റെ പ്രസിഡൻ്റാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അതൊക്കെ തന്നെ. ശശിയൊക്കെ അങ്ങനെയാണ്. നമ്മുടെ അശോകനാണ് ഇനി കൃതജ്ഞത പറയേണ്ട. അശോകൻ വളരെ കാലത്ത് മുമ്പേ ഇവിടെ ശിവഗിരിയിൽ പണ്ട് അടി നടന്നപ്പോൾ അടി കൊണ്ട ആളാണ്. അതിന് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, കൃതജ്ഞത പറയാതിരിക്കുകയാണ്. അപ്പോൾ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു മീശയുണ്ട് നമ്മുടെ. അതുപോലെ മിടുക്കനായ ചുണക്കുട്ടനായ ഈ കോയമ്പത്തൂർ ശ്രീനാരായണ മിഷൻ്റെ സജീവ പ്രവർത്തകൻ. അവിടെ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം. ഇവിടെ ഒരുപാട്, ഞാൻ പറഞ്ഞതിൽ 64 സംഘടനകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള സംഘടന ഈ പത്മാധികാരൻ്റെ സംഘടനയായ നമ്മുടെ ശ്രീനാരായണ മന്ദിരസമിതിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കോളേജുകൾ SNDP യോഗത്തിലും ശ്രീനാരായണ ട്രസ്റ്റും ശ്രീനാരായണ ധർമ്മസംഘവും കഴിച്ചാൽ കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകളുള്ള ഒരേ ഒരു പ്രസ്ഥാനം ഈ കോയമ്പത്തൂർ ശ്രീനാരായണ മിഷനാണ് എന്ന് വളരെ അഭിമാനപൂർവ്വം പറയാൻ എനിക്ക് കഴിയും. കാരണം അവർക്ക് 4 കോളേജുകളുണ്ട്. ഈ 4 കോളേജുള്ള ഒരു സ്ഥാപനവും ഇന്ത്യ മഹാരാജ്യത്ത് വേറെ, കേരളം ഒഴികെ വേറെ എവിടെയുമില്ല. ഒരുപാട് സ്കൂളുകൾ, 3-4 സ്കൂളുകളുണ്ട് അവർക്ക്. അതിൻ്റെ എല്ലാ ആധിപനം ഒരു പോളിടെക്നിക് ഉണ്ട്. അങ്ങനെ അത്രയും വലിയ സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് കോയമ്പത്തൂർ ശ്രീനാരായണ മിഷൻ. അവിടുത്തെ മനോഹരമായ ഗുരുമന്ദിരമുണ്ട്. അവിടെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെല്ലാറുണ്ട്. അവിടെ നിന്ന് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായ മണികണ്ഠനാണ് ഞങ്ങളുടെ സൗത്ത് സോണിൻ്റെ പ്രസിഡൻറ്റ്. മീശ മണികണ്ഠൻ എന്ന് ഞങ്ങൾ പറയും. വായിൽ കപ്പട മീശയാണ്. ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കണം പ്ലീസ്. അടുത്തതായി ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ശ്രീ പ്രതിഭ അശോകൻ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാനന്ദ സ്വാമികൾ, ആയിക്കോട്ടെ, ഈ വിഷയവുമായി ഈ വലിയ യോഗത്തിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കാൻ ഒരു സുഹൃത്ത് ഇപ്പോൾ വന്നു. അങ്ങനെ മുന്നോട്ട് വരാം, സംസാരിക്കാം.
ചർച്ച പേര് പറഞ്ഞ് സംസാരിക്കാം. ചുരുക്കി പറയും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഘോഷ് ശ്രീ അല്ലെങ്കിൽ ഘോഷ് എസ് എന്നാണ്. ഞാനിപ്പോൾ എൻ്റെ പേര് മിക്കവാറും എഴുതുന്നത് ഘോഷസ് ഈഴവർ എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രീ കുറിച്ചി സദൻ സാറ് ഒരു വിഷയം പറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ സദസ്സിലിരുന്ന ഒരു ഉടനെ വ്യക്തി പറഞ്ഞു ജാതി പറയരുതെന്ന്. അപ്പോൾ പലപ്പോഴും എനിക്കും അറിയില്ലായിരുന്നു ഈ ജാതിയും സമുദായവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ശിവഗിരിയിൽ വരുന്ന ഒരു അത്യാവശ്യം അതെങ്കിലും പറഞ്ഞിരിക്കണം. ജാതി എന്ന് പറഞ്ഞാൽ ഒരേ ജന്മരീതിയാണ്. ഒരേ രീതിയിൽ ജനിക്കുന്ന എല്ലാ ജീവികൾക്കും ഒരു ജാതി. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും ഒരു ജാതിയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യനും ഒരേ ജന്മരീതിയാണ്. പുണർന്നു പെറുമെല്ലാം ഒരിനം എന്ന് ജാതി നിർണയവും ജാതി ലക്ഷണം ഈ രണ്ട് കൃതികൾ ഗുരുദേവൻ്റെ കൃതികൾ ഈ ഈഴവ സമുദായത്തിൽ ജനിച്ചവരും ഇവിടെ ശിവഗിരിയിൽ വരുന്ന എല്ലാവരും പഠിച്ചു മനസ്സിലാക്കണം ആഴത്തിൽ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ സമുദായം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്നാണ്. ഒരു പ്രദേശത്ത് ഒരേ രീതിയിൽ താമസിക്കുന്ന ജനങ്ങളെയാണ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമുദായം എന്ന് പറയുന്നത്. ഈഴവർ എന്ന് പറയുന്നത് ഒരു സമുദായമാണ്, അതൊരു ജാതിയല്ല. 4 ജന്മരീതി ഉണ്ടെന്ന് ലോകത്തൊരേ ഒരു പറഞ്ഞത് ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ചാതുർവർണ്ണ്യമാണ് പറഞ്ഞ് 4 രീതി ജന്മരീതി ഉണ്ട് മനുഷ്യനെന്ന്. ഒരാൾ തലയിൽ നിന്നൊരു മനുഷ്യർ ജനിക്കുന്നു, അവർ ബ്രാഹ്മണരാണെന്നും, ഭുജങ്ങളിൽ ജനിക്കുന്നവർ ക്ഷത്രിയരാണെന്നും, തുടയിൽ നിന്ന് ജനിക്കുന്നവർ വൈശ്യരാണെന്നും, പാദത്തിൽ ജനിക്കുന്നവർ ശൂദ്രരാണെന്നും. ഈ 4 ജന്മരീതികളാണ് ജാതികൾ. ഇതിനെയാണ് ഗുരു പറഞ്ഞത് ജാതിയില്ല. ഇങ്ങനെ നിങ്ങളറിയാം ഇന്ന ബ്രാഹ്മണാതിരസയവും ഹാ തത്വം വേത്തി കോപിന, ഇങ്ങനെ മനുഷ്യർക്കെല്ലാം ഒരു ജാതിയാണെന്നുള്ള വിവരം ഇവർക്ക് അറിയുന്നില്ലേ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഗുരു അവിടെയും പറഞ്ഞത് ഈ ജാതി ഇല്ല, ഒറ്റ ജാതിയേ ഉള്ളൂ. പിന്നെ ജാതി എന്താണ്? ഒരുപാട് മനുഷ്യനെന്നൊരു ജാതിയുണ്ട്, പുല്ലെന്നൊരു ജാതിയുണ്ട്, മാമെന്നൊരു ജാതിയുണ്ട്, പശു എന്നൊരു ജാതിയുണ്ട്, പട്ടി എന്നൊരു ജാതിയുണ്ട്. അങ്ങനെ ലക്ഷോപലക്ഷം ജാതികൾ. ഗുരു അതിന് കൊടുത്ത വാക്ക് ഇനം എന്നാണ്, അല്ലെങ്കിൽ സ്പീഷീസ് എന്നാണ്. അങ്ങനെ പല പല ജാതികളുണ്ട്. ഈ ജാതികളെല്ലാം കൂടെ ചേർന്ന് എന്തു ചെയ്യണം? ഞാൻ ഇവിടെ സുവർണകുമാർ സാറ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ജാതി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവിധ ജാതികളും. അതായത് ഗുരു അവിടെ തപസ് ചെയ്തപ്പം ഗുരുവിനോടൊപ്പം പുലിയുണ്ടായിരുന്നു, പാമ്പുണ്ടായിരുന്നു, വൃക്ഷലതാദികളുണ്ടായിരുന്നു. ഇതെല്ലാം ഓരോരോ തരം ജാതികളാണ്. ഈ എല്ലാ ജാതികളോടും നമ്മൾ എന്ത് ചെയ്യണം? സോദരഭാവത്തോടെ കഴിയണമെന്നാണ് പറയുന്നത്. അതാണ് ജാതിഭേദം. അവിടെ ഒന്നും ഒരു ജാതിഭേദവും പാടില്ല. ജാതിഭേദം മതദ്വേഷം അഭിപ്രായം എന്നുള്ളതാണ്. ഇതൊന്നുമില്ലാതെ സോദരത്തിനെ സഹോദരഭാവത്തോടെ കഴിയണം. അതുകൊണ്ടാണ് ഗുരുവിന് ചുറ്റും ഈ ജീവികളെല്ലാം സോദരഭാവത്തോടെ കഴിഞ്ഞത്. നമുക്ക് പറ്റുന്നില്ല, നമുക്കവരെ സോദരരായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പം പ്രകൃതിയുടെ സംരക്ഷണം, ഇതെല്ലാം ഏറ്റവും മഹത്തായ ആശയമാണ് ഗുരുവിൻ ആദ്യമായിട്ട് അരുവിപ്പുറത്ത് എഴുതിയ ക്ഷേത്രം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വേണം ജാതി ഏത്, സമുദായം വേറെ. ഇവിടെ പറഞ്ഞു ഇന്ന് നമ്മുടെ സമുദായത്തിന് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യമില്ല. ഭരണത്തിൽ പ്രാതിനിധ്യം വേണം, ജുഡീഷ്യലിൽ പ്രാതിനിധ്യം വേണം, സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം വേണം, നിയമസഭയിൽ പ്രാതിനിധ്യം വേണം. അതാണ് സാറ് സൂചിപ്പിച്ചത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പഞ്ചായത്തുകളിലും എല്ലാം OBC ഈഴവരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടികയാണ് OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയും. അതിനകത്ത് ഈഴവർക്ക് ഇന്ന് പ്രാതിനിധ്യമില്ല. നമുക്കറിയാം UDF എന്ന മന്ത്രിസഭ ഒരേ ഒരു MLA ആണ് 27% ഈഴവർക്ക് ഇന്ന് കേരളത്തിലുള്ളത്. ഇന്നത്തെ കേരളത്തിൽ ഇത്തരമുള്ള മന്ത്രിസഭയിൽ എത്ര പേരുണ്ട് ഈഴവർ? ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് ജാതി പറയുവാണെന്നും പറഞ്ഞ് നമ്മളെ അടപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ കഷ്ടതകൾ, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ പറയുവാനൊരു വേദിയില്ലാതാവുന്നു, അല്ലേ? ഈഴവ സമുദായം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രസക്തിയും പ്രതിസന്ധിയുമാണ് ഈഴവർക്ക് അവരുടെ സമുദായത്തിൻ്റെ കാര്യം പറയുവാൻ ഒരു വേദിയില്ല, ആരും മുന്നോട്ട് വരുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് സമസ്ത മേഖലകളിൽ നിന്നും ഈഴവർ ഇന്ന് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു കണക്കെടുത്താൽ നോക്കാം. അത് അടുത്ത ദിവസം സംവരണ വിഷയങ്ങളിൽ ഉണ്ടാകും. ഇതെല്ലാവരും ചർച്ച ചെയ്യണം.